സൂറത്തുൽ കഹ്ഫ് 28-ാം ഭാഗം. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه ومن والاه. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا خير خلق الله. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس كان من الجن ففسق عن أمر ربه أفتتخذونه وذريته أولياء من دوني وهم لكم عدو بئس للظالمين بدلا. ما أشهدتهم خلق السماوات والأرض ولا خلق أنفسهم وما كنت متخذ المضلين عضدا. ويوم يقول نادوا شركائي الذين زعمتم فدعوهم فلم يستجيبوا لهم وجعلنا بينهم موبقا. ورأى المجرمون النار فظنوا أنهم مواقعوها ولم يجدوا عنها مصرفا. صدق الله العلي العظيم. وصدق وبلغنا رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസ് നമ്മുടെ പാപങ്ങൾ പൊറുക്കാനും ദുആഇന് ഉത്തരം ലഭിക്കാനും നിമിത്തമാകുന്ന ഒരു അമലായി അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മുടെ ഓരോരുത്തരുടെയും നിയ്യത്ത് നന്നാക്കി തരികയും അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും നമ്മോട് ബന്ധപ്പെട്ട ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള എല്ലാ മുഅ്മിനാത്തുകൾക്കും ദുനിയാവിലും ആഖിറത്തിലുമുള്ള പരമമായ വിജയം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നമുക്കും നമ്മുടെ രോഗികൾക്കും അല്ലാഹു ശിഫ നൽകട്ടെ. അല്ലാഹു നമുക്ക് ഇൽമ് വർദ്ധിപ്പിക്കുകയും ഓർമ്മശക്തി നൽകുകയും അമലിന് തൗഫീഖ് നൽകുകയും ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വളരെ വിശദമായ ദുആഇന് അപേക്ഷകൾ ഒക്കെ നമുക്കിവിടെ വരാറുണ്ട്. പക്ഷേ എല്ലാം വിശദമായിട്ട് നമുക്ക് വായിക്കുമ്പോൾ സമയപ്രശ്നം പലരും അറിയിച്ചു എന്ന് കണ്ടു. അപ്പോൾ വളരെ അത്യാവശ്യ വിഷയങ്ങൾ മാത്രം എന്ത് ചെയ്താൽ മതി, എഴുതി കൊടുത്താൽ മതി. ബാക്കിയൊക്കെ നമ്മൾ ദുആ ചെയ്യുന്ന കൂട്ടത്തിൽ അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ദുആ ഇറക്കാം ഇൻഷാ അല്ലാഹ്. പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിൻ്റെ ഏകദേശം മധ്യഭാഗത്ത് നമ്മൾ എത്തി നിൽക്കുകയാണ്. സൂറത്തുൽ കഹ്ഫിൽ 110 ആയത്തുകളാണുള്ളത്. ഏകദേശ മധ്യഭാഗം എന്ന് പറയാം. 55 മധ്യമാകുന്നത്. പക്ഷേ 50-ാമത്തെ ആയത്തിലാണ് 100-ന്റെ നേർപകുതിയിൽ എത്തി നിൽക്കുകയാണ്.
രണ്ട് ഫിത്നകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ തൊട്ട് മുമ്പും വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സുജൂദ് ചെയ്യാൻ പറഞ്ഞ ആ സംഭവം സൂറത്തുൽ കഹ്ഫിന്റെ മധ്യഭാഗമാണ്. പിശാച് നിങ്ങളുടെ ശത്രുവാണെന്നും പിശാചിനെ ശത്രുവായിട്ട് തന്നെ നിങ്ങൾ കാണണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നിർദ്ദേശിക്കുന്നത് ഈ സൂറത്തിന്റെ ഏകദേശ മധ്യഭാഗം, അങ്ങനെ പറയാൻ പറ്റും. ഫിത്നത്തുദ്ദീനും ഫിത്നത്തുൽ മാലും, സമ്പത്ത് കൊണ്ടുണ്ടാകുന്ന ഫിത്നയും ദീനിൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങളും പറഞ്ഞതിൻ്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞ ചരിത്രം പറയുന്നു. അതിനുശേഷമാണ് ഫിത്നത്തുൽ ഇൽമും ഫിത്നത്തുസ് സൽത്വ, അധികാരം കൊണ്ടുണ്ടാകുന്ന പരീക്ഷണവും ഇൽമ് വിവരം കൊണ്ടുണ്ടാകുന്ന പരീക്ഷണവും അല്ലാഹു സുബ്ഹാനഹു വ തആല ചർച്ച ചെയ്യുന്നത് ഈ ആയത്തിന്റെ ശേഷമാണ്. ഏകദേശം മധ്യഭാഗത്ത് ഇത് പറയുകയാൽ നമ്മുടെ മർമ്മപ്രധാനമായ ഒരു വിഷയം പിശാചിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടലാണ്. അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ കിതാബുകളിൽ അല്ലാഹു തആല ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ കിതാബ് നൽകപ്പെടുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതിനുശേഷം ആദം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം പറയുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം അള്ളാഹുവിൻ്റെ കലാമിൽ ചർച്ച വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കിതാബിൽ ചെറുതും വലുതുമായ തെറ്റുകൾ കാണപ്പെടാനുണ്ടാകുന്ന കാരണം നിങ്ങൾ പൈശാചികമായ ദുർബോധനങ്ങൾക്ക് അടിമകളാകുമ്പോഴാണ്. അപ്പം അവിടെ നാളെ രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ നിങ്ങൾ പിശാചിനെ ശത്രുവായിട്ട് തന്നെ കാണണം. ദുഷിച്ച ചിന്തകളും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും നമ്മുടെ ചിന്തയിലേക്ക്, നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരുന്നത് പൈശാചികമാണ്, പിശാചാണത്. നമ്മൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പിശാചിനെ നിഷേധിക്കുന്ന ആളുകളുണ്ട്, പിശാച് എന്ന് പറഞ്ഞ ആ ഒരു സാധനം ഇല്ല എന്ന് പറയുന്നവരുണ്ട്, മനുഷ്യൻ്റെ ദുഷ്ടമായ മനസ്സിനെയാണ് പിശാചി എന്നൊക്കെ വാദിക്കുന്ന ആളുകൾ കാണാം. അത് ശരിയല്ല. പിശാചുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിനെ പടച്ചിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അവൻ മനുഷ്യകുലത്തെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരുമ്പെട്ടിരിക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ നിന്നും അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് അല്ലാഹു തആല ഇവിടെ പറയുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദം فسجدوا إلا إبليس كان من الجن ففسق عن أمر ربه أفتتخذونه وذريته أولياء من دوني وهم لكم عدو بئس للظالمين بدلا وإذ قلنا للملائكة മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ രംഗം ഓർക്കുക നബിയേ. ഉസ്ജുദൂ ലി ആദം, ആദം അലൈഹിസ്സലാമിന്റെ മുമ്പിൽ നിങ്ങൾ സുജൂദ് ചെയ്യണം എന്ന് അല്ലാഹു മലക്കുകളോട് പറഞ്ഞു. ഫസജദൂ, അവരെല്ലാവരും സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ, ഇബ്ലീസ് ഒഴികെ. കാന മിനൽ ജിൻ, അവൻ ജിന്നുകളിൽ പെട്ടവനായിരുന്നു. ഫഫസഖ അൻ അംരി റബ്ബിഹി, അല്ലാഹുവിന്റെ കൽപ്പനയിൽ നിന്നവൻ പിന്മാറുകയുണ്ടായി. അഫതത്തഖിദൂനഹു, അവനെയും വദുർരിയതഹു, അവന്റെ സന്തത പരമ്പരയെയും ഔലിയാഅ മിൻ ദൂനി, ഞാൻ കഴിച്ച് എന്നെ മാറ്റി നിർത്തി അവരെയൊക്കെ നിങ്ങൾ രക്ഷാധികാരികളാക്കി നിയമിക്കുകയാണോ? വഹും ലക്കും അദു, മനുഷ്യരെ നിങ്ങൾക്ക് ഇബ്ലീസും അവന്റെ മക്കളും ശത്രുക്കൾ തന്നെയാണ്. ബിഅസ ലിൽളാലിമീന ബദലാ,
ബിഅസ ലിൽളാലിമീന ബദല. അക്രമം ചെയ്യുന്ന ആളുകൾ പകരമാക്കുന്നത് എത്ര മോശമാണ്. അള്ളാഹുവിനെ സ്വീകരിക്കേണ്ടതിന് പകരം പിശാചിനെയാണല്ലോ അവർ രക്ഷാധികാരികളാക്കുന്നത്. പിശാച് പറയുന്നതാണല്ലോ അവർ ചെയ്യുന്നത്. എത്ര മോശമാണത്. മാ അശ്ഹദ്തുഹും ഖൽഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിപ്പ് നടത്തിയതിന് നാം അവരെ ആരെയും സാക്ഷികളാക്കിയിട്ടില്ല. മനുഷ്യർക്കോ ജിന്നുകൾക്കോ മലക്കുകൾക്കോ പോലും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല. വലാ ഖൽഖ അൻഫുസിഹിം. അവരോരോരുത്തരുടെ സൃഷ്ടിപ്പ് പോലും അല്ലാഹു ഓരോരുത്തർക്കും കാണിച്ചു കൊടുത്തിട്ടില്ലല്ലോ. ഒരു മലക്കിനെ പടക്കുന്നത് ആ മലക്ക് കണ്ടിട്ടില്ല. ഒരു മനുഷ്യൻ ജനിക്കുന്നത് ആ മനുഷ്യൻ കണ്ടിട്ടില്ല. ഒരു ജിന്ന് ജനിക്കുന്നത് ആ ജിന്ന് കണ്ടിട്ടില്ല. മനുഷ്യകുലത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ സൃഷ്ടിപ്പ് നടത്തിയെന്ന് ഓരോരുത്തരും അവനവന്റെ സൃഷ്ടിപ്പ് പോലും കാണാത്തവരാണ്. വമാ കുൻതു മുത്തഖിദൽ മുദില്ലീന അദുദാ. പഴപ്പിക്കുന്ന ആളുകളെ ഞാൻ കരുത്തുള്ളതായി സഹായികളായി അവരുടെ വാദം അംഗീകരിക്കുന്നവരായി ഞാൻ ഒരിക്കലും മാറുകയില്ല എന്ന് പറയുക നബിയേ. പഴപ്പിക്കുന്നവരുടെ വാദമൊന്നും ഞാൻ സ്വീകരിക്കുന്നവനല്ല. ويوم يقول نادوا شركائي الذين زعمتم فدعوهم فلم يستجيبوا لهم وجعلنا بينهم موبقا ورأى المجرمون النار فظنوا أنهم مواقعوها ولم يجدوا عنها مصرفا. ഈ സംഭവങ്ങൾ പറഞ്ഞതിൻ്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും നരകത്തിൻ്റെ ശിക്ഷയെ സംബന്ധിച്ചുള്ളൊരു സൂചന കൂടെ നൽകി മറ്റു ചില വിഷയങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. സയ്യിദുന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യരുടെ പിതാവാണ്. അബുൽ ബഷറാൻ, മനുഷ്യരുടെ പിതാവാണ്. മനുഷ്യർക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിൽ മറ്റു ജീവജാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജിന്നുകൾ മനുഷ്യർക്ക് മുമ്പേ ഇവിടെ ജീവിച്ചു പോയവരാണ്. നമുക്ക് മുമ്പ് ജീവിച്ചു പോയ ഒരുപാട് ജീവജാലങ്ങൾ, ഇപ്പോൾ ഡൈനോസറിനെ സംബന്ധിച്ചൊക്കെയുള്ള പഠനങ്ങൾ മില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലുണ്ടായിരുന്നു എന്നാണ്. പക്ഷേ മനുഷ്യരുടെ വരവ് മില്യൺ കണക്കിനൊന്നും ചരിത്രത്തിൻ്റെ പിൻബലത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. മനുഷ്യൻ്റെ വരവ് സത്യത്തിൽ ചില ഫോസിലുകളുടെ കണക്ക് പ്രകാരം മനുഷ്യൻ്റേതെന്ന് പറയപ്പെടുന്ന ചില എല്ലുകളൊക്കെ എടുത്തിട്ട് മില്യൺ കണക്കിന് കൊല്ലങ്ങളുടെ പഴക്കമുണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ തന്നെയും പരിശുദ്ധമായ ഖുർആനിൻ്റെയോ ഇസ്ലാമിക ചരിത്രങ്ങളുടെയോ പശ്ചാത്തലങ്ങളിൽ അത്ര വലിയ ബാക്കിലേക്കൊന്നും മനുഷ്യൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പോകുന്നില്ല. 20,000 കൊല്ലമൊക്കെ മാക്സിമം. ക്രിസ്തീയ പണ്ഡിതന്മാരാണ് ആ വിഷയത്തിൽ ചർച്ച നടത്തിയത്. നമ്മുടെ ആലിമീങ്ങളൊന്നും കൃത്യമായിട്ട് ആ വിഷയത്തിൽ കാര്യമായ ഒരു കണക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ ക്രിസ്തീയ പണ്ഡിതന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ബൈബിളിൻ്റെ ചരിത്രങ്ങൾ വെച്ച് നോക്കി, ബൈബിളിൽ വന്ന പ്രവാചകന്മാരുടെ കാലഘട്ടം പരിശോധിച്ചു നോക്കിയാൽ ഒരു 20,000 കൊല്ലത്തിൻ്റെ ബാക്കിലോട്ടൊന്നും പോകുന്നില്ല എന്ന് അവർ പറയുന്നുണ്ട്. അല്ലാഹു അലം ബിസ്സവാബ്. വഇദ് ഖുൽനാ ലിൽ മലായിക. മലക്കുകളോട് നാം പറഞ്ഞു, മലക്കുകളോട് അല്ലാഹുവിൻ്റെ ആഹ്വാനമുണ്ടായി, ഉസ്ജുദൂ ലി ആദം, സയ്യിദുന ആദം നബി അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ നിങ്ങൾ സുജൂദ് ചെയ്യണം എന്ന് അല്ലാഹു തആല കൽപ്പിക്കുകയാണ്. ഇവിടെ ഒരു ചോദ്യം വരും, ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല എന്ന് പറയുന്നു. പക്ഷേ ഇബ്ലീസിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇബ്ലീസ് മലക്കുകളിൽപ്പെട്ട ആളല്ലല്ലോ. മലക്കുകളോട് ഇത് ഖുൽനാ ലിൽ മലായിക, മലക്കുകളോട് പറഞ്ഞു എന്നല്ലേ പറഞ്ഞത്, ഇബ്ലീസിനോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് തോന്നിയേക്കും. പക്ഷേ വിശുദ്ധ ഖുർആൻ ഈ വിഷയം ഒന്നിലേറെ സ്ഥലങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. മലക്കുകളോടും മലക്കുകളുടെ കൂടെയുള്ള ആളുകളോടും അള്ളാഹുവിൻ്റെ കൽപ്പന ഇതാണ് എന്ന് പറഞ്ഞാൽ, മലക്കുകൾ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹു തആല എന്താണോ കൽപ്പിക്കുന്നത് അത് മുഴുവൻ ചെയ്യുന്ന ശ്രേഷ്ഠരായ മലക്കുകളോട് പോലും അവർ അല്ലാഹുവിന് ചെയ്യുന്ന സുജൂദൊക്കെ മാറ്റിവെച്ച് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മുമ്പിൽ ആദരസൂചകമായി ബഹുമാന സൂചകമായി ഒരു സുജൂദ് ചെയ്യണം എന്ന് അല്ലാഹു തആല കൽപ്പിച്ച സന്ദർഭത്തിൽ മലക്കുകളുടെ കൂടെയുണ്ടായിരുന്ന ആളുകൾക്ക് എന്തായിരുന്നാലും അവരോടൊപ്പം അവരും സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടവർ തന്നെയാണ്. ഇബ്ലീസുൽ ലഈൻ
മലക്കുകളുടെ കൂടെ താമസിച്ചിരുന്നു എന്ന് വിശുദ്ധ ഹദീസുകളിൽ നിന്നും ചരിത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇബ്ലീസിനോടും കൂടെയുള്ള ഒരു ആഹ്വാനമാണത്. വഇദ് ഖുൽനാ ലിൽ മലായിക, മലക്കുകളോട് എന്നാണ് അവിടെ വാക്കെങ്കിലും മലക്കുകളോടൊപ്പമുള്ള ആളുകൾക്കും അത് ബാധകമാണ്. ഉസ്ജുദൂ ലി ആദം, ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യുക. സയ്യിദുന ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മഖ്ലൂഖാൻ, അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യുന്ന സംഭവം ഇത് സുജൂദ് ഇബാദത്തിന്റെ ഭാഗമായ സുജൂദ് അല്ല, പിന്നെന്താണ്? സുജൂദ് തക്രീമിൻ വഹ്തിറാം, ബഹുമാന സൂചകമായി ചെയ്യുന്ന സുജൂദാണ്. അതിനെ സംബന്ധിച്ച് നമ്മുടെ ഉലമാ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്തിന്റെ മുമ്പ് മറ്റു പ്രവാചകന്മാരുടെ ശരീഅത്തുകളിൽ ആദരസൂചകമായി സുജൂദ് ചെയ്യുന്നത് അനുവദിക്കപ്പെട്ടിരുന്ന കാര്യമാണ്. നമ്മുടെ നബിക്ക് മുമ്പുള്ള പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിൽ ബഹുമാന ആദരവുകൾ കാണിക്കാൻ വേണ്ടി സുജൂദ് ചെയ്യുമായിരുന്നു. പക്ഷെ നമ്മുടെ ശരീഅത്തിൽ അതില്ല. നമ്മുടെ ശരീഅത്തിൽ അള്ളാഹുവിന്റെ മുമ്പിലല്ലാതെ സുജൂദില്ല. ഞാൻ ആരുടെയെങ്കിലും ഒരാളിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലി ബഅലിഹാ, ഒരു പെണ്ണിനോട് തന്റെ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അള്ളാഹു ചാല ചെയ്യാൻ പറഞ്ഞാൽ പിന്നെ അവിടെ ചോദ്യമില്ലല്ലോ. അള്ളാഹു ചെയ്യാൻ പറഞ്ഞ വിഷയമല്ലേ, എന്തുകൊണ്ട് മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് എന്നൊരു ചോദ്യം അവിടെ അപ്രസക്തമാണ്. ആര് പറഞ്ഞു അത്? അള്ളാഹു ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യലല്ലേ. അള്ളാഹു ചാല എവിടെ എന്ത് ചെയ്യാൻ പറയുന്നുവോ ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ, അള്ളാഹു ചെയ്യുന്ന കൽപ്പനകളെ സംബന്ധിച്ച് അള്ളാഹുവിനോട് ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമില്ല. നമ്മളാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അള്ളാഹു കൽപ്പിച്ചു, നമ്മൾ ചെയ്യാൻ കടപ്പെട്ടവരാണ്. അള്ളാഹു മലക്കുകളോട് കൽപ്പിച്ചു, ഫസജദൂ, അവരെല്ലാം സുജൂദ് ചെയ്തു, ഇല്ലാ ഇബ്ലീസ്, ഇബ്ലീസുൽ ലഈൻ ഒഴികെ, പിശാചൊഴികെ. പിശാചുക്കളുടെ നേതാവാണ് അബുശയാത്വീനാണ്, പിശാചുക്കളുടെ പിതാവാണ് ഇബ്ലീസ് എന്ന് കാണാൻ കഴിയും. ഇല്ല ഇബ്ലീസ് കാന മിനൽ ജിന്നി, ഇബ്ലീസ് മലക്കായിരുന്നോ ജിന്നായിരുന്നോ എന്ന ഉലമാഇന്റെ ഇടയിൽ ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരൊറ്റ ആയത്ത് ഹാസിമുൻ, അതിൽ തീർത്തും പരിഹാരം നൽകുന്ന ഒരു മറുപടിയാണ് ഈ ആയത്തിലുള്ളത്. കാന മിനൽ ജിൻ, ഇബ്ലീസ് ജിന്നായിരുന്നു, മലക്കായിരുന്നില്ല. പക്ഷേ മലക്കുകളുടെ കൂടെ ഇബാദത്ത് ചെയ്തിരുന്നു. ആ ഇബാദത്ത് മുഴുവനും കാപ്പട്യത്തിന്റെ ഇബാദത്തായിരുന്നു എന്ന് പുറത്തു വരുന്നത് ആദം നബി അലൈഹിസ്സലാമിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞ സന്ദർഭത്തിലാണ്. അതുവരെ വലിയ ആളാണ്. പക്ഷേ ഒരു ഘട്ടമെത്തിയപ്പോൾ ത്വാഅത്ത് അള്ളാഹുവിന് വേണ്ടിയാണോ ഇവൻ ഈ ചെയ്തത്, അള്ളാഹുവിനനുസരിച്ചിരുന്നവനാണോ എന്ന് ബോധ്യപ്പെടുന്നത് മലക്കുകൾക്ക്, അള്ളാഹുവിനറിയാം, മലക്കുകൾക്കും മറ്റുള്ളവർക്കും ബോധ്യപ്പെടുന്നത് അള്ളാഹുവിന്റെ ഒരു കൽപ്പനയെ അവൻ ധിക്കരിച്ചപ്പോഴാണ്. കാന മിനൽ ജിന്നി ഫഫസഖ അൻ അംരി റബ്ബിഹി, അള്ളാഹുവിന്റെ കൽപ്പനയെ അവൻ അംഗീകരിക്കാതെ ഫാസിഖാവുകയുണ്ടായി. അള്ളാഹുവിന്റെ കൽപ്പനയെ അവൻ അനുസരിച്ചില്ല. വിശുദ്ധ ഖുർആൻ അവൻ എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് മറ്റു സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അന ഖൈറും മിൻഹു ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ ത്വീൻ. ഇബ്ലീസ് പറഞ്ഞ മറുപടി അതാണ്. അല്ലാഹുവേ, ഞാൻ എങ്ങനെയാണ് ആദം നബിക്ക് സുജൂദ് ചെയ്യുക? അന ഖൈറും മിൻഹു, ഞാൻ ആദം നബിയേക്കാളും ശ്രേഷ്ഠനായവനാണല്ലോ. ഖലഖതനി മിൻ നാരിൻ, എന്നെ നീ പടച്ചത് തീയിൽ നിന്നാണല്ലോ. വഖലഖതഹു മിൻ ത്വീൻ, ആദം നബിയെ നീ പടച്ചത് കളിമണ്ണിൽ നിന്നാണല്ലോ. കളിമണ്ണ് താഴെ നിൽക്കുന്ന സാധനമാണ്, തീ മേലോട്ട് പൊന്തുന്നതാണ്. അപ്പോൾ ഉയർച്ചയുള്ള ഉന്നതിയുള്ളത് ഞാനാണല്ലോ, ആദം നബി അല്ലല്ലോ. അതുകൊണ്ട് ഞാൻ സുജൂദ് ചെയ്യില്ല എന്ന് ഇബ്ലീസ് പറഞ്ഞു. ഇവിടെയാണ് വിഷയം. ചില റിവായത്തുകളിലൊക്കെ ആ ഇബ്ലീസ് ഈ അവിശ്വാസം പ്രകടിപ്പിക്കുന്നതിന്റെ മുമ്പ് യുസമ്മ അസാസീൽ, അസാസീൽ എന്നായിരുന്നു അവന്റെ പേര് എന്നൊക്കെ കാണാൻ കഴിയും. മഹാനായ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസ് എന്ന് ഉദ്ധരിക്കുന്നുണ്ട്. ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖറഅ ഇബ്നു ആദമ സജദ ഫസജദ യഅ്തസല അശ്ശൈത്വാനു യബ്കി യഖൂൽ യാ വൈലഹ് ഉമിറ ഇബ്നു ആദമ ബിസ്സുജൂദി ഫസജദ ഫലഹുൽ ജന്ന വഉമിർതു ബിസ്സുജൂദി ഫഅബൈതു ഫലിയൻ നാർ എന്ന് പിശാച് പറയുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅസാസീൽ എന്നായിരുന്ന ഇവൻ ഇബ്ലീസ് അല്ലാഹു തആല സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവൻ സുജൂദ് ചെയ്തില്ല.
നമുക്ക് സുജൂദിന്റെ ആയത്തുകളുണ്ട്, ആയത്തു സജദകളുണ്ട് വിശുദ്ധ ഖുർആനിൽ, അല്ലേ? ഇദാ ഖറഅ ഇബ്നു ആദം, ഒരു മനുഷ്യൻ അസ്സജദ, സജദ ഓതി കഴിഞ്ഞാൽ സുജൂദിന്റെ ആയത്തുകൾ ഓതുകയും ഫസജദ, എന്നിട്ട് സുജൂദ് ചെയ്യുകയും ചെയ്താൽ യഅ്തസല ശൈത്വാനു യബ്കി, പിശാച് കരഞ്ഞുകൊണ്ട് മാറി നിൽക്കും. യഖൂലു, അവൻ പറയും, യാ വൈല, നാശമേ, ഉമിറ ഇബ്നു ആദമ ബിസ്സുജൂദി ഫസജദ, മനുഷ്യനോട് അല്ലാഹു സുജൂദ് ചെയ്യാൻ പറയുകയും അവൻ സുജൂദ് ചെയ്യുകയും ചെയ്തു. ഫലഹുൽ ജന്ന, അവൻ അല്ലാഹു സ്വർഗ്ഗം കൊടുക്കുന്നു. വ ഉമിർതു ബിസ്സുജൂദി, എന്നോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. ഫഅബൈതു, ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഫലിയന്നാർ, എനിക്ക് നരകവും, മനുഷ്യന് സ്വർഗവും എനിക്ക് നരകവുമേ, ഇതെന്തൊരു നാശം എന്ന് ഇബ്ലീസ് മനുഷ്യൻ സുജൂദ് ചെയ്യുമ്പോഴെല്ലാം, പ്രത്യേകിച്ചും ഖുർആനിൽ വരുന്ന സജദയുടെ ആയത്തുകൾ വരുമ്പോൾ ചെയ്യുന്ന സുജൂദ് കാണുമ്പോൾ ഇബ്ലീസിനത് സഹിക്കാൻ കഴിയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാച് നോക്കിയത് മെറ്റീരിയൽ ഡൈമെൻഷൻസിലൂടെയാണ്. കാരണം ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു ആദരിച്ചു, അല്ലേ? ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, എൻ്റെ പ്രതിനിധി, ഞാൻ എന്താണോ ഡയറക്റ്റ് പറയുന്നത് അത് ഞാൻ പറയാതെ ഒരാളിനെ ഞാൻ ഏൽപ്പിക്കുന്നു, അയാൾ എൻ്റെ വിഷയം പറയുന്നു. അപ്പോൾ അതാണല്ലോ നബി, അതാണ് ഒരു മനുഷ്യരെ അള്ളാഹു ഖലീഫയാക്കി എന്നതിൻ്റെ അർത്ഥവും. അള്ളാഹുവിൻ്റെ നിയമം ഇവിടെ നടപ്പാക്കാൻ വന്നവരാ നമ്മൾ. അള്ളാഹു നേരിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് മനുഷ്യരോട് ഇടപഴകുന്നില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ അവാമിറുകൾ, അവൻ്റെ കൽപ്പനകൾ മലക്കുകൾ മുഖാന്തരം അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾക്ക് അറിയിച്ചു കൊടുക്കുന്നു. അമ്പിയാക്കളിൽ നിന്ന് ആളുകൾ പഠിക്കുന്നു. അമ്പിയാഇന് ശേഷം ഉലമാ, പണ്ഡിതന്മാർ അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. അപ്പോൾ നമ്മളൊക്കെ ഖലീഫമാരാണ്, അള്ളാഹുവിൻ്റെ പ്രതിനിധികളാണ്. ഇബ്ലീസ് നോക്കിയത് സൃഷ്ടിപ്പിലേക്കാണ് നോക്കിയത്. ഒരാളുടെ രൂപവും ഭാവവും അയാളുടെ പ്രകടനങ്ങളും ശരീരമോ വസ്ത്രമോ വസ്ത്രവിധാനമോ ഒരാളുടെ മഹത്വമോ ഇതല്ല നോക്കേണ്ടത്. ഇബ്ലീസ് നോക്കിയത് ഇങ്ങനെയാണ്. എങ്ങനെ? ആദം നബി അലൈഹിസ്സലാം മണ്ണ് കൊണ്ട് പടക്കപ്പെട്ട ആളല്ലേ, ഞാൻ തീ കൊണ്ട് പടക്കപ്പെട്ട ആളല്ലേ? ആദം നബിയുടെ സൃഷ്ടിപ്പിനെയാണ് അവൻ ചിന്തിച്ചത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂറ് കൊണ്ട് പടക്കപ്പെട്ട അള്ളാഹുവിന്റെ പ്രകാശത്താൽ പടക്കപ്പെട്ട മലക്കുകളോടും പറഞ്ഞു, എന്ത്? മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ട ആദം നബിക്ക് സുജൂദ് ചെയ്യണം. അപ്പൊ നാറും നൂറും ആരുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നു? മണ്ണിന്റെ മുമ്പിൽ, ആദം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നു. മലക്കുകൾ നൂറിനാൽ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. മണ്ണിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്ത്? പ്രകാശം. മണ്ണിനേക്കാൾ ശ്രേഷ്ഠമാണ് തീ. ശരി തന്നെയാണ്, പവർഫുൾ ആണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കിയത് ഈ ആദം നബി അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടതെന്തോ അതിലേക്ക് നോക്കല്ലേ. ആദം നബി അലൈഹിസ്സലാം അബുൽ ബഷറാൻ, മനുഷ്യരുടെ പിതാവാൻ. മനുഷ്യരിൽ പിൻഗാമികളിൽ രക്തം ചിന്തുന്ന മൈ യസ്ഫികു ദിമാ, അല്ലാഹുവേ, മൈ യുഫ്സിദു ഫീഹാ വ യസ്ഫികു ദിമാ, ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും കൊലപാതകങ്ങൾ ചെയ്യുകയും ചോര ചിന്തുകയും ചെയ്യുന്ന മനുഷ്യന്മാരെ എന്തിനാ പടച്ചവനെ നീ പടക്കുന്നത് എന്ന് മലക്കുകൾ അള്ളാഹുവിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? മലക്കുകളോട് ചോദിച്ചില്ലേ? അള്ളാഹു മശ്വറ ചെയ്തു. അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഏതൊരു വിഷയവും കൂടി ആലോചിച്ച് ചെയ്യൽ വളരെ വലിയ പുണ്യമുള്ള കാര്യമാണ്. അള്ളാഹുവിനെ മനുഷ്യരെ സൃഷ്ടിക്കണമെങ്കിൽ അള്ളാഹുവിനെ സൃഷ്ടിച്ചാൽ മതി, കുൻ ഫയകൂൻ, അതാണ് അള്ളാഹുവിന്റെ രീതി. എന്നാലും മലക്കുകളോട് ചോദിക്കുന്നു, മലക്കുകളെ, ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാൻ എൻ്റെ ഒരു പ്രതിനിധിയെ അയക്കാൻ ഉദ്ദേശിക്കുന്നു, എന്താ നിങ്ങളുടെ അഭിപ്രായം? അവരെന്തു പറഞ്ഞു? ഖാലു അതജഅലു ഫീഹാ മൻ യഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ, അല്ലാഹുവേ, ഭൂമിയിൽ കലാപങ്ങൾ ഉണ്ടാക്കുകയും കൊലവിളി നടത്തുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ എന്തിന് നീ പടക്കണം? മനുഷ്യരെ പടക്കും മുമ്പേ മലക്കുകൾക്ക് ഇത് എങ്ങനെ അറിഞ്ഞു എന്നതൊരു ചോദ്യമാണ്. അതിന് ഉലമാ പറയുന്ന മറുപടി, മലക്കുകൾക്ക് ജിന്നുകളെ കണ്ട് പരിചയമുണ്ടായിരുന്നു. മനുഷ്യർക്ക് മുമ്പ് ജിന്നുകൾ ഉണ്ടായിരുന്നു. ഇവിടെ ജിന്നുകളെ ഭൂമിയിൽ അവരെ മാത്രം ഇവിടെ താമസിപ്പിച്ചിരുന്നൊരു സമയമുണ്ടായിരുന്നു. ഫഅഹ്റഖതുഹുൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി അവരെ കരിച്ചു കളയുകയാണ് ഉണ്ടായത്, കലാപങ്ങൾ നടത്തി ഇവിടെ ജീവിച്ചപ്പോൾ. ആ ഒരു രീതിയിലേക്ക് മനുഷ്യരും പോകുമോ എന്ന് മലക്കുകൾക്ക് ഉത്കണ്ഠ ഉണ്ടായിരുന്നു, അവർക്ക് വിഷമുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളിൽ രക്തം ചിന്തുന്ന ആളുകൾ വരുമെങ്കിൽ തന്നെയും ഈ മക്കളിൽ തന്നെയാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും കടന്നു വരാൻ പോകുന്നത്. അള്ളാഹുവിന്റെ റിസാലത്ത് ഏറ്റെടുക്കാൻ പോകുന്ന അമ്പിയാക്കന്മാർ, അമ്പിയാഇന്റെ ആ റിസാലത്തെ തോളിലേറ്റുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, ഇവരും വരുന്നത് ആരിൽ നിന്ന് തന്നെയാ?
ആദം നബിയിലൂടെ തന്നെയാണ്. അതുകൊണ്ട് നുബുവത്തിന്റെ, പ്രവാചകത്വത്തിന്റെ അടിസ്ഥാനം മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ അല്ലാഹു തആല നിക്ഷേപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മണ്ണിനാൽ പടക്കപ്പെട്ടവരാണെങ്കിൽ തന്നെയും അംബിയാഇന്റെ വാപ്പയാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹുവിന്റെ മഅരിഫത്തിന്റെ ഇടമാണ് സയ്യിദുന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഈ വാപ്പയിലൂടെയാണ് ഒരുപാട് ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ ഭൂമിയിൽ വരാൻ പോകുന്നത്. അത് പരിഗണിച്ചാൽ സൃഷ്ടിപ്പ് നടത്തിയത് മണ്ണുകൊണ്ടാണെങ്കിലും ആദം നബി അലൈഹിസ്സലാമിന്റെ സ്വലാഹിയത്ത്, ആദം നബി അലൈഹിസ്സലാമിലുള്ള കഴിവും ആദം നബിയിലുള്ള നന്മയും മനസ്സിലാക്കിയാൽ എന്റെ കൽപ്പന നിങ്ങൾ അനുസരിച്ചേക്കുക. എന്തുകൊണ്ട് പടക്കപ്പെട്ടു എന്ന് നിങ്ങൾ നോക്കണ്ട. ഒരു മനുഷ്യന് അള്ളാഹു നൽകുന്ന ശ്രേഷ്ഠത ഒരു മനുഷ്യന്റെ രൂപവും ഒരു മനുഷ്യന്റെ കോലമോ ഇത് നോക്കിയിട്ടല്ല. അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞത് അനുസരിക്കുക. ഇതാണ് അള്ളാഹുവിന്റെ തീരുമാനം. ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദം, ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യുക എന്ന് അള്ളാഹു പറഞ്ഞു. എല്ലാവരും സുജൂദ് ചെയ്തു, എല്ലാ അള്ളാഹുവിന്റെ മലക്കുകൾ മുഴുവനും. കാരണം അള്ളാഹു കൽപ്പിക്കുന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് പോകാൻ ആർക്ക് കഴിയില്ല? മലക്കുകൾക്ക് കഴിയില്ല. ഇബ്ലീസുൽ ലഈൻ മാത്രം സുജൂദ് ചെയ്തില്ല. അവൻ കാരണം പറഞ്ഞത്, എന്നെ പടച്ചത് തീ കൊണ്ടാണ്, ആദം നബിയെ നീ പടച്ചത് മണ്ണുകൊണ്ടാണ്, ഞാനെങ്ങനെയാണ് മണ്ണിന് സുജൂദ് ചെയ്യുക? അന ഖൈറും മിൻഹു, ഞാൻ ആദം നബിയെക്കാളും ആദമിനെക്കാളും അലൈഹിസ്സലാം ശ്രേഷ്ഠനാണല്ലോ എന്ന് അഹങ്കാരത്തിന്റെ ഒരു വാക്ക് പിശാച് അവിടെ പറയുകയുണ്ടായി. അത് അല്ലാഹുവിന് ഇഷ്ടമായില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിനെ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ നിന്ന് ഭ്രഷ്ടാക്കുകയാണ്, പുറത്താക്കുകയാണ്. ഇബ്ലീസ് ഒരു ചോദ്യം ചോദിച്ചു. ഖാല റബ്ബി ഫഅൻദിർനി ഇലാ യൗമി യുബ്അസൂൻ, അല്ലാഹുവേ ജനങ്ങൾക്ക് നീ പുനർജന്മം നൽകുന്ന കാലം വരേക്കും എനിക്ക് ആയുസ് ബാക്കി തരണം. ഇബ്ലീസ് ചോദിച്ചു. ഖാല ഫഇന്നക മിനൽ മുൻദരീൻ, നിനക്ക് നാം സാവകാശം തരുന്നുണ്ട്, പെട്ടെന്ന് നിന്നെ ഞാൻ മരിപ്പിക്കുന്നില്ല. ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം, അറിയപ്പെട്ട ദിവസം വരേക്കും നിന്നെ ഞാൻ ജീവനോടെ ഇവിടെ ബാക്കി വെക്കും, മരിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നാമത്തെ ഊത്ത് ഊതുന്നത് വരേക്കും ഇബ്ലീസിന് ആയുസ്സുണ്ടാവും. അവൻ ചോദിച്ചത് രണ്ടാമത്തെ ഊത്ത് വരെയാണ്, പക്ഷെ അള്ളാഹു കൊടുത്തത് ഒന്നാമത്തെ ഊത്ത് വരെയാണ്. അവൻ ചോദിച്ചത് ഇലാ യൗമി യുബ്അസൂൻ എന്നാണ്. കാരണം ഒന്നാമത്തെ തവണ മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറെന്ന കാഹളത്തിൽ ഊതിക്കഴിയുമ്പോൾ പ്രപഞ്ചം ഒന്നാകെ നിശ്ചലമാവുകയും ഒരു നാശത്തിലേക്ക് വരികയും തകരുകയും ചെയ്യും. എല്ലാവരും മരിക്കും. എന്നിട്ട് രണ്ടാമതൊരു ഊത്തൂതാൻ വേണ്ടി പറയുന്നു, ബൈനഹുമാ അർബഊൻ, അതിനിടയിൽ 40 ഉണ്ട് എന്നൊക്കെ ഹദീസ് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ആ 40 ശേഷം 40 വർഷമോ മാസമോ ദിവസമോ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചില്ല. ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചില്ല. ഇരിക്കട്ടെ, രണ്ടാമത്തെ ഊത്തിലാണ് യുബ്അസൂൻ, അല്ലാഹു തആല പുനർജന്മം നൽകുന്നത് രണ്ടാമത്തെ ഊത്തിലാണ്. അതുവരേക്കും നീ എന്നെ ബാക്കി വെക്കണം എന്നാണ് അവൻ ചോദിച്ചത്. ഖാല റബ്ബി ഫഅൻദിർനി ഇലാ യൗമി യുബ്അസൂൻ, ജനങ്ങൾക്കെല്ലാം നീ പുനർജന്മം നൽകുന്ന ആ സമയം വരേക്കും നീ എന്നെ ഇവിടെ വെച്ചേക്കണം, എന്നെ മരിപ്പിക്കരുത്. ഖാല ഫഇന്നക മിനൽ മുൻദരീൻ, നിനക്ക് ഞാൻ സാവകാശം നൽകുന്നുണ്ട്. നീ ചോദിച്ചത് ഞാൻ തന്നിട്ടില്ല, നീ ചോദിച്ചത് രണ്ടാമത്തെ ഊത്ത് വരെയാണ്. ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം, അറിയപ്പെട്ട ആ ദിവസത്തിന്റെ നേരം വരേക്കും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖസസിൽ കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ, അല്ലാഹുവിന്റെ മുൽക്കല്ലാതെ അധികാരമല്ലാതെ മറ്റെല്ലാം നശിക്കുന്ന ഒരു സമയം പ്രപഞ്ചത്തിന് വരുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. എല്ലാം നശിക്കും അല്ലാഹു ഒഴികെ. ആ ഒന്നാമത്തെ ഊത്തിൽ എല്ലാവർക്കും മരണം കൊടുക്കും. മലക്കുകൾക്ക് പോലും, ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും ഒരൽപ്പ നേരത്തേക്ക് മരണം കൊടുത്ത് അള്ളാഹുവിന്റെ ആ വാക്ക് അള്ളാഹു സാധിപ്പിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഇബ്ലീസ് അവിടെ മരിക്കുകയാണ്. കാരണം കുല്ലു ഷൈഇൻ എന്ന് പറഞ്ഞതിൽ ഇബ്ലീസും പെട്ടിട്ടുണ്ട്. അവൻ ഒന്നാമത്തെ ഊത്തിൽ ഇബ്ലീസ് മരിക്കും. ചോദിച്ചത് രണ്ടാമത്തേതാണ്. എന്നാലും ഒന്നാമത്തെ ഊത്ത് വരെ ആയുസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറയാണോ? അതുകൊണ്ട് ഉലമാ പറയാണ്, അള്ളാഹുവിനോട് ചോദിക്കാൻ എന്ത് ചെയ്യണ്ട, മടിക്കണ്ട. ഇബ്ലീസ് പോലും ചോദിച്ചത് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അപ്പോ
ഇബ്ലീസുൽ ലഈന്റെ ആ ചോദ്യം, അതും അവനൊരു തിന്മ ചെയ്തതിന്റെ ശേഷം, അള്ളാഹുവിനെ ധിക്കരിച്ചതിന്റെ ശേഷമാണ് ചോദിക്കുന്നത്. അപ്പോൾ പോലും മാപ്പ് ചോദിച്ചിട്ടില്ല അള്ളാഹുവിനോട്. എന്നിട്ട് പോലും അള്ളാഹു തആല അവന്റെ ചോദ്യത്തിന് ഉത്തരം കൊടുത്തു. അതുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ തെറ്റ് ചെയ്തതിന്റെ പേരിൽ നമ്മൾ റബ്ബിനോട് തൗബ ചെയ്യേണ്ടവരാണ്. ദുആ ചെയ്യാൻ മടി കാണിക്കേണ്ട. അള്ളാഹുവിനോട് ഞാനിപ്പോൾ എങ്ങനെയാ ദ്വാരക്ക, എനിക്കിപ്പോൾ അള്ളാഹു തആല മാപ്പ് തരുമോ എന്നൊന്നും ചിന്തിക്കേണ്ട. അള്ളാഹു തആല വലിയ റഹ്മാനാണ്. അള്ളാഹു തആല റഹ്മാനാണ്, റഹ്മാനദ് ദുനിയ വൽ ആഖിറ. അള്ളാഹുവിനോട് നമുക്ക് ചോദിക്കാം. മുഅ്മിനീങ്ങൾക്ക് എന്തായാലും അള്ളാഹു ഉത്തരം കൊടുക്കും. ഇബ്ലീസ് അത് ചോദിച്ചു, അത് കൊടുക്കുകയും ചെയ്തു. ഇബ്ലീസുൽ ലഈൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദുർബോധനത്തിനാലാണ് സയ്യിദുന ആദം നബി അലൈഹിസ്സലാമും അവരുടെ ഭാര്യയായിരുന്ന ഹവ്വ റളിയല്ലാഹു അൻഹയും സ്വർഗ്ഗലോകത്തു നിന്ന് പുറത്തു വരുന്നത്. ഖാല ഖുറുജ് മിൻഹാ മദ്മൂമൻ മദ്ഹൂറാ. അല്ലാഹു പറഞ്ഞു ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം വഇന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ. നീ ശപിക്കപ്പെട്ടവനാണ്, നിന്നെ ഞാൻ ഇവിടുന്ന് പുറത്താക്കുകയാണ്. ആദം നബി അലൈഹിസ്സലാമിനോടും ഹവ്വാ ബീവിയോടും സ്വർഗ്ഗലോകത്ത് പുറത്തു പോകാൻ വേണ്ടി പറഞ്ഞു. സ്വർഗ്ഗലോകത്ത് പുറത്തു പോകാൻ വേണ്ടി പറഞ്ഞു. രണ്ടുപേരും തൗബ ചെയ്തു മടങ്ങി. ഇബ്ലീസ് എന്ത് ചെയ്തില്ല? തൗബ ചെയ്തില്ല, പശ്ചാത്തപിച്ചില്ല. ചെയ്തു പോയ തെറ്റിൽ ഒരു ഖേദപ്രകടനം പോലും ഇബ്ലീസ് നടത്തിയില്ല എന്നതാണ് വലിയ അത്ഭുതം. ഒരു ഖേദപ്രകടനം പോലും ചെയ്തില്ല. യാ അല്ലാഹ്. സയ്യിദുന ആദം നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുവേ അല്ലാഹുവേ റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ല എങ്കിൽ ഞങ്ങൾ നശിച്ചു പോകും റബ്ബേ, ഞങ്ങൾക്ക് നാശം സംഭവിക്കും. നീ മാപ്പ് തരണം, റഹ്മത്ത് ചെയ്യണം തമ്പുരാനെ. അല്ലാഹു തആല അത് സ്വീകരിച്ചു, മാപ്പ് ചെയ്തു കൊടുത്തു. ഇബ്ലീസും പറഞ്ഞൊരു വാക്ക്, റബ്ബി ബിമാ അഗ്വൈതനി, പടച്ചവനെ നീയാണല്ലോ എന്നെ പഴപ്പിച്ചത്, അതുകൊണ്ട് ലഖുദന്നലഹും, പടച്ചവനെ നിന്റെ നേരായ മാർഗത്തിലൂടെ മനുഷ്യന്മാർ പോകുമ്പോൾ ഞാൻ അവിടെ പോയിരിക്കും. നേരായ മാർഗത്തിൽ എവിടെയാണോ ഞാൻ അവിടെ പോയിരുന്നിട്ട് അവരെ ഞാൻ ഫിത്നയാക്കും. നേരായ മാർഗത്തിലായിരിക്കും, നിങ്ങളൊരു നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അവിടെ വന്നിട്ട് പിശാച് എന്ത് ചെയ്യും? അത് തെറ്റാണത് ശരിയല്ല എന്ന് പറഞ്ഞ് നിങ്ങളെ പിന്തിരിപ്പിക്കും. ഞാനത് ചെയ്യും കേട്ടോ. ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, ഇഖ്ലാസുലാൽ നീ സഹായിച്ചു കൊടുത്ത ആളുകൾ ഒഴികെ, ഇഖ്ലാസ് സ്വഭാവമാക്കി മാറ്റിയ ആളുകൾ ഒഴികെ അവരെനിക്ക് പഴപ്പിക്കാൻ കഴിയില്ല, അത് എനിക്കും അറിയാം. എന്നാലും ഒരുവിധം ആളുകളൊക്കെ ഞാൻ പഴപ്പിക്കുക തന്നെ ചെയ്യും എന്ന് ഇബ്ലീസ് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റെടുക്കുകയും ചെയ്തു എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവേ. بسم الله الرحمن الرحيم وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس كان من الجن ففسق عن أمر ربه. സയ്യിദുന ആദം നബി അലൈഹിസ്സലാമിനെയും ഹവ്വാ ബീവിയെയും സ്വർഗ്ഗലോകത്ത് നിന്ന് പുറത്താക്കുക എന്ന കുടിലമായ ലക്ഷ്യവുമായി അള്ളാഹുവിൻ്റെ കൽപ്പനയെ ധിക്കരിപ്പിക്കാൻ ഹവ്വാ ബീവിയെ പ്രേരിപ്പിച്ചത്, ഹവ്വാ ബീവി ആദം നബി അലൈഹിസ്സലാമിനോട് പറയുന്നത്, രണ്ടുപേരെയും വഴികേടിലാക്കുന്നത് പിശാചായിരുന്നുവല്ലോ. രണ്ടുപേരെയും ഭൂമിയിലേക്ക് കൊണ്ടുവന്ന കാരണമായ ആ അരുതാത്ത, കഴിക്കരുത് എന്ന് പറഞ്ഞ പഴം കഴിക്കാൻ കാരണമായത് ഇബ്ലീസിന്റെ ദുർബോധനമാണ്. ഇതൊക്കെ നമുക്കറിയുന്ന വിഷയമാണ്. ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹാ മിൻ ദുൽഇ ആദം, ആദം നബി അലൈഹിസ്സലാമിന്റെ വാരിയല്ലിൽ നിന്നാണ് പടക്കപ്പെട്ടത് എന്ന് ഹദീസിലുണ്ട്. പിന്നെ വാരിയല്ലിൽ ഏറ്റവും വളവുള്ളത് അലാ, വാരിയല്ലിന്റെ മേൽഭാഗത്തുള്ളതാണ്. വാരിയല്ല് തന്നെ അള്ളാഹു നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കൊണ്ടുവന്ന ഒരു വലിയ സംവിധാനമാണ്. അപ്പം അതിൽ ഏറ്റവും വളവുള്ള ഭാഗം മേൽഭാഗത്തുള്ള വാരിയല്ലാണ്. അതിൽ നിന്നാണ് ഹവ്വാ റളിയല്ലാഹു തആല അൻഹയെ പടച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പെണ്ണുങ്ങളുടെ സ്വഭാവത്തിലൊക്കെ ഇച്ചിരി വളവുണ്ടാകുമെന്ന് നബി തങ്ങൾ പറയാൻ കാരണം. അതിൽ വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഹവ്വാ ബീവിയെ പടച്ച ആ ഒരു വാരിയല്ല് ഹൃദയവുമായി ചേർന്ന് നിൽക്കുന്നതാണ്. പെണ്ണുങ്ങൾ വളരെ സെൻറ്റിമെൻ്റലായിരിക്കും, സ്നേഹവും കരുണയും ദയാവായ്പും. അതുകൊണ്ടാണ് ഈ പ്രേമത്തിലൊക്കെ പെണ്ണുങ്ങൾ വേഗം പെട്ടുപോണത്. എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്, റബ്ബേ എൻ്റെ ഭർത്താവ് പോലും ഇത്രയും കാലം എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ, അതുപോലെ വീണു. അത്രയേ ഉള്ളൂല്ലോ കാര്യം. വലിയ ഹനാൻ,
ഹൃദയവുമായി ബന്ധപ്പെട്ട ഭാഗമാണ് വാരിയല്ല, അവിടെ നിന്ന് എടുത്തിട്ടാണ് പടച്ചത്. അതുകൊണ്ട് ഹൃദയത്തിലേക്ക് പുരുഷന്മാരങ്ങനെയല്ല, അങ്ങനെയൊന്നും ഒരു വിധത്തിൽ വീഴുകയില്ലെന്നാണ്. പുരുഷന്മാർ മണ്ണിനാൽ പടക്കപ്പെട്ടവരാണ്. മണ്ണ് എന്ന് പറയുന്നത് കുറേയേറെ സഹിക്കാനും പൊറുക്കാനും, ചെളി എങ്ങനെയാണ് അതങ്ങ് ഒതുങ്ങിക്കൊടുക്കും. അതുകൊണ്ട് പുരുഷന്മാർ വളരെ കൂടുതൽ ഏറ്റെടുക്കാനും ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും ക്ഷമിക്കാനും കാര്യങ്ങൾ ഉൾക്കൊള്ളാനും കഴിവുള്ളവരാണ്. പെണ്ണുങ്ങൾ വളരെ കൂടുതൽ സ്നേഹമുള്ളവരാണ്, കരുണയുള്ളവരാണ്. അതുകൊണ്ടാണ് പ്രസവമൊക്കെ പെണ്ണുങ്ങൾക്ക് കൊടുത്തത്. ആണുങ്ങൾക്കാണെങ്കിൽ ഒരു കുട്ടിയും വളരില്ല. 2 നേരമൊക്കെ ഭക്ഷണം കൊടുത്തിന് എന്നെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടേച്ച് ഓടിപ്പോവും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല ഉമ്മയുടെ മാതൃഹൃദയത്തിൽ കാരുണ്യം കൊടുത്തു, സ്നേഹം കൊടുത്തു. അവരിൽ അള്ളാഹു പടച്ചത് അങ്ങനെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ സെന്റിമെന്റ്സ്, സ്നേഹപ്രകടനവും കരുണയും ഉമ്മാക്ക് കൂടുതലാണ് വാപ്പയേക്കാളും, അല്ലേ? അതിൻ്റെ കാരണം തന്നെ ഈ വാരിയല്ലിൻ്റെ സൃഷ്ടിപ്പാണെന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. സുബ്ഹാനല്ലാഹ്. പിന്നെ ചെറിയ വളവുണ്ട്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ വളവ് നിങ്ങൾ നിവർത്താൻ ചെന്നാൽ പൊട്ടിപ്പോവും. വളവ് നിവർത്തണ്ട. ആ വളവോടുകൂടെ തന്നെ ഒരു പെണ്ണിനെ വിവാഹിതനായി നീ അവരെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചു കൊണ്ടുവന്നു. എൻ്റെ ഭാര്യയ്ക്ക് ഒരു കുഴപ്പമുണ്ടാവരുത്, അങ്ങനെയാണ് എല്ലാവരും ആഗ്രഹിക്കുക. പക്ഷേ അത് ഇമ്പോസിബിൾ ആണ്. എന്തെങ്കിലും ചില കുഴപ്പങ്ങൾ ഏത് പൂർണ്ണതയുള്ളവരാണെന്ന് പറഞ്ഞാൽ പോലും ഉണ്ടാകുമത്രേ. അപ്പോൾ നിങ്ങൾ അവരിൽ നിന്ന് ശാരീരികമായ ആസ്വാദനം അനുഭവിക്കുകയാണെങ്കിൽ പോലും ആ വളവ് അവരിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളത് ഉൾക്കൊള്ളണം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ വളവുള്ളവരാണ് എന്നല്ല അതിനർത്ഥം, സ്വാഭാവികമായ ഒരു ടെൻഡൻസി. അതുകൊണ്ടാണ് ഒരുപാട് ഉപകാരം ചെയ്തു കൊടുത്താലും എന്തെങ്കിലുമൊക്കെ വാക്കിൽ ഒരു നന്ദികേടിൻ്റെ സൂചനകൾ വരും, അല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തിൽ, ഒരു പെരുമാറ്റത്തിൽ ഒരുപാട് നന്മ ചെയ്തതിൻ്റെയൊക്കെ ഒരു ചെറിയ നന്ദികേടൊക്കെ വരുമ്പോൾ വലിയ നിരാശ വരും ചിലപ്പോൾ ജീവിതത്തിൽ. അങ്ങനെ നിരാശപ്പെടരുത്. അവരല്ലാഹു പടച്ചത് അങ്ങനെയല്ലേ, അതുകൊണ്ട് ടോളറേറ്റ് ചെയ്യണം, ഞാനത് പൊരുത്തപ്പെട്ടു പോകണം. അപ്പോഴാണ് ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് പൊട്ടാനും ചീറ്റാനും നേരണ്ടാവുള്ളൂ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉറക്കിക്കിടത്തി എഴുന്നേറ്റ് നോക്കുമ്പോൾ തൊട്ടരികത്ത് വളരെ സൗന്ദര്യമുള്ള സുന്ദരിയായ ഒരു പെണ്ണിനെ കാണുന്നു. അല്ലാഹുവേ, ഇത് ആരാണ്? ഇതെനിക്ക് അനുവദിക്കപ്പെട്ടവരോ? ഇത് നിങ്ങളുടെ ഭാര്യയാണ് ഹവ്വ എന്നവരെ പേര് വിളിച്ചു. ഇത് ഹവ്വ ആണ്. ഹയ്യത്തുൻ, ജീവനുള്ള ഒരു വസ്തുവിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ പേരിലാണ് ഹവ്വ എന്ന നാമകരണം ഉണ്ടായത് എന്ന് ആ പേരിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ കാണാൻ കഴിയും. വേറെയും അഭിപ്രായങ്ങളുണ്ട്. കാരണം ജീവനുള്ള ആദം നബി അലൈഹിസ്സലാമിൽ നിന്നാണ് ഹവ്വ ബീവിയെ പടക്കുന്നത്. ജീവനുള്ളതിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടത് എന്നർത്ഥമാണതിന്. ബൈബിളിലൊക്കെ ഈവ് എന്നാണ് പറയുക, അല്ലേ? ഹവ്വ ബീവിയുടെ പേര് അങ്ങനെ പറയാം, ഈവ്. ആദം ആൻഡ് ഈവ്, ആദം നബിയും ഹവ്വ ബീവിയും എന്ന് പറയാൻ അങ്ങനെയാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് ഹവ്വ എന്നാണ്. അവരോട് അല്ലാഹു സുബ്ഹാനഹു വതആല എന്തു പറഞ്ഞു? ആ ഒരു പഴത്തിൻ്റെ അരികത്തേക്ക് പോവരുത്, ആ ഒരു ലാ തഖറബ ഹാദിഹി ഷജറ, ആ വൃക്ഷത്തിൻ്റെ അരികത്തേക്ക് പോവരുത് എന്ന് പറഞ്ഞു. അത് ഏതാണ് എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അത് അത്തിപ്പഴമായിരുന്നോ, അതല്ല തുഫാഹ, അത് ആപ്പിളായിരുന്നോ, അത് നഖ്ല, അത് ഈത്തപ്പനയായിരുന്നു എന്നൊക്കെ അഭിപ്രായമുണ്ട്. പക്ഷെ ആ ചർച്ചയിലൊന്നും വലിയ കാര്യമില്ല. കാരണം അങ്ങനെ ഒരു കാര്യമുള്ള വിഷയമായിരുന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അത് പറയുമായിരുന്നു. പക്ഷെ അല്ലാഹു തആല രണ്ടുപേരോടും പറഞ്ഞു, വഖുൽനാ യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന, ആദം നബിയെ നിങ്ങളും ഭാര്യയും സ്വർഗ്ഗത്തിൽ ജീവിക്കുക. വകുലാ മിൻഹാ റഗദൻ, വളരെ ഐശ്വര്യത്തോടെ സുലഭമായി ഇഷ്ടമുള്ളത് നിങ്ങൾ തിന്നോളൂ. ഹൈസു ശിഅ്തുമാ, എന്താ വേണ്ടത് നിങ്ങൾക്ക് എടുത്തു തിന്നാം. വലാ തഖറബാ ഹാദിഹി ഷജറ, ഈ വൃക്ഷത്തിന്റെ അരികത്തേക്ക് നിങ്ങൾ പോകരുത്. ഫതകൂനാ മിനൽ ളാലിമീൻ, അതിനരികത്തേക്ക് ചെന്നാൽ നിങ്ങൾ അക്രമികളിൽ പെട്ടുപോകും. സ്വശരീരത്തോട് അക്രമം ചെയ്തവരായി, അള്ളാഹുവിൻ്റെ നിയമം ലംഘിച്ചവരായി നിങ്ങൾ മാറും. അതുകൊണ്ട് അവിടെ മാത്രം പോകരുത്. ബാക്കിയൊക്കെ മനുഷ്യന്മാരുടെ ഒരു ടെൻഡൻസി എങ്ങനെയാണ്? ഒന്ന് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ചെയ്യാനുള്ള താല്പര്യം പ്രകൃതിയെ നമ്മുടെ ശരീരത്തിന് വരും. നമ്മുടെ ശരീരം അങ്ങനെ അല്ലാഹു തആല പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് അല്ലാഹു സ്വർഗവും നരകവും നിശ്ചയിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ ഇഖ്തിയാരിയായി ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചോയ്സ് ഉണ്ട്. എന്ത് വേണം തിരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ട്. നമ്മളെ അല്ലാഹു തആല നിർബന്ധിപ്പിക്കുകയല്ല. മലക്കുകളുടെ സ്വഭാവം അങ്ങനെയാണ്. മലക്കുകൾ മജ്ബൂലീങ്ങളാണെന്ന് പറയും. മജ്ബൂലൂന അല ത്വാഅ, അല്ലാഹുവിനെ അനുസരിക്കാൻ മാത്രമേ അവർക്ക് കഴിയുള്ളൂ. അല്ലാഹുവിനെ ധിക്കരിക്കാൻ മലക്കുകൾക്ക് അറിയില്ല, അവർക്കത് കഴിയൂല. പക്ഷെ മനുഷ്യന്മാർക്ക് രണ്ടുമുണ്ട്.
പൈശാചികമായ ദുർബോധനം, ശാരീരികമായ ദുർബോധനവും ഉണ്ട്. അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മളെ നന്മയിലേക്ക് വിളിക്കുകയും ചെയ്യുന്നു. ഇതിലെവിടെയാണ് നമ്മൾ ഉത്തരം കൊടുക്കുന്നത്, അതിനനുസരിച്ചാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ തീരുമാനിക്കപ്പെടുന്നത്. പക്ഷെ ആ തീരുമാനിക്കപ്പെടുന്നത് ആർക്കറിയാം? അള്ളാഹുവിനറിയാം. അതുകൊണ്ട് ഉമ്മയുടെ വയറ്റിൽ 4 മാസം പ്രായമാകുമ്പോൾ മലക്കുകൾ വന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അല്ലേ? അജലുഹു, അവന്റെ അജൽ എത്രയാണ്, എത്ര കാലം ജീവിക്കും. റിസ്ഖുഹു, എന്തെല്ലാം കിട്ടാൻ പോകുന്നുണ്ട്. അമലുഹു, എന്തൊക്കെ കർമ്മങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. വശഖിയ്യുൻ അം സഈദ്, ഇവൻ നാളെ സ്വർഗത്തിലേക്ക് പോകുന്ന ആളാണോ നരകത്തിലേക്ക് പോകുന്ന ആളാണോ? ഉമ്മയുടെ ഗർഭാശയത്തിലിരിക്കെ തന്നെ അല്ലാഹു തആല മലക്കുകളോട് രേഖപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു. ഇത് അള്ളാഹുവിൻ്റെ അറിവാണ്. അല്ലാഹു തആല നമ്മളെ അങ്ങനെ ആക്കിയതല്ല. അള്ളാഹുവിനതറിയാം. ഒരു കുട്ടി ജനിക്കുമ്പോൾ ഈ കുട്ടി നാളെ സ്വർഗത്തിലേക്ക് പോകുമോ നരകത്തിലേക്ക് പോകുമോ, ഇത് അള്ളാഹുവിന് അറിയില്ല എന്ന് വന്നാൽ അള്ളാഹു അലീം, എല്ലാം അറിവുള്ളവനാണ് എന്ന് അള്ളാഹുവിന്റെ ഇസ്മിന്റെ അർത്ഥത്തിൽ അപാകതകൾ വരും. അള്ളാഹു എല്ലാം അറിവുള്ളവനാണ്, അള്ളാഹ്ക്കത് അറിയാം. അതിനെന്തിനു പേടിക്കണം? ഒരു കുട്ടിയെ പഠിപ്പിക്കുന്ന ടീച്ചർക്ക് ഒരു പക്ഷേ ചില പ്രഡിക്ഷൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നവർക്കറിയാം, IGCSE GCSE എക്സാമിനിരിക്കുമ്പോൾ പ്രഡിക്ഷൻ ചെയ്യും, അല്ലെങ്കിൽ IB എക്സാമിനിരിക്കുമ്പോൾ പ്രഡിക്ഷൻ ചെയ്യും ടീച്ചേഴ്സ്. പരീക്ഷ നടക്കുന്നതിന് 4-5 മാസം മുമ്പ് തന്നെ എത്ര ഗ്രേഡ് ആയിരിക്കും ഇവന് കിട്ടുക, D ആയിരിക്കോ, അത് B ആയിരിക്കോ, A+ ആയിരിക്കോ, ഗ്രേഡ് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറയും. അതിനനുസരിച്ചാണ് ഇവരെ കോച്ചിങ് കൊടുക്കുക. അപ്പോൾ വലിയ നിപുണന്മാരായ അധ്യാപകന്മാരാണെങ്കിൽ അവർ കൊടുക്കുന്ന പ്രഡിക്ഷൻസ് വളരെ കൃത്യമായിരിക്കും, കറക്റ്റായിരിക്കും. B+ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ കണക്കായിരിക്കും B+. അതാ ടീച്ചർ അറിഞ്ഞതിനുപ്പുറം കുറ്റപ്പെടുത്താൻ പറ്റുമോ? അവന് B+ തന്നെ കിട്ടിയതെന്ന് വിചാരിക്കുക. അത് നമ്മൾ ആ ടീച്ചറാണ് കുറ്റപ്പെടുത്തുക. ആ ടീച്ചർ മുമ്പേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് B+ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ആയിപ്പോയി, അല്ലെങ്കിൽ എനിക്കൊരു A+ കിട്ടേണ്ടിയിരുന്നു. അത് പറയല്ല, അത് ടീച്ചറുടെ അറിവാണ്. അള്ളാഹുവിൻ്റെ ഇൽമ് അള്ളാഹ് രേഖപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു. ഇത്രയേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. എന്നല്ലാതെ അള്ളാഹു നമ്മളെയായിട്ട് നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ ആക്കി വെച്ചതല്ല. നമുക്കറിയില്ലല്ലോ നമ്മളെപ്പറ്റി എന്ത് എഴുതി വെച്ചു എന്ന്. അത് അള്ളാഹുവിൻ്റെ ഇൽമാണ്. അതിനെ സംബന്ധിച്ച് നമ്മൾ ടെൻഷൻ അടിക്കരുത്. എന്നെപ്പറ്റി അള്ളാഹ് എഴുതി, ഞാൻ എന്ത് തലകുത്തി മറിഞ്ഞിട്ട് എന്ത് കാര്യം, അങ്ങനെ ചിന്തിക്കരുത്. അള്ളാഹുവിൻ്റെ അറിവ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അത് ശരിയാണ്, അതിന് കുഴപ്പമില്ല. എന്നല്ലാതെ നമ്മളെ നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ അള്ളാഹു ആക്കിയതല്ല. ഭൂമിയിലേക്ക് വന്നു, അള്ളാഹു തആല ബുദ്ധിയും വിവേകവും അറിവൊക്കെ കൊടുത്ത് ഇവനെ ഭൂമിയിൽ വിട്ടാൽ ഇവൻ എന്ത് ചെയ്യും, ഇത് അള്ളാഹുവിനെ കാലേ കൂട്ടി അറിയാൻ പറ്റി. അള്ളാഹുവിന് വരാൻ പോകുന്നതും കഴിഞ്ഞു പോയതും നടന്നുകൊണ്ടിരിക്കുന്നതും ഒരുപോലെ അറിവുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ചിലർക്ക് അങ്ങനെ സംശയം വരും, നമ്മളെപ്പറ്റി ഏതായാലും അള്ളാഹ് എഴുതി വെച്ചിട്ട് ഇനിയിപ്പോൾ ഞാനിപ്പോൾ എന്ത് കളിച്ചിട്ട് എന്താ കാര്യം, ഏതായാലും ഇപ്പോൾ ആ എഴുതി വെച്ച പോലെയല്ലേ വരുള്ളൂ. നിന്നെപ്പറ്റി എന്ത് എഴുതി വെച്ചു എന്ന് നിനക്കറിയോ? ഇല്ല. അതുകൊണ്ട് ഓരോരുത്തരും അവനവന്റെ കഴിവനുസരിച്ച് അമല് ചെയ്യുക. അവസാനമായി തീരുമ്പോൾ അള്ളാഹുവിന്റെ ഖളാ ആയിരിക്കും അവിടെ സംഭവിക്കുക. അള്ളാഹു ആദ്യമേ അറിഞ്ഞതാണ് അവിടെ നടക്കാൻ പോകുന്നത്. പക്ഷേ നമ്മളെ കാലേ കൂട്ടി അള്ളാഹു നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ നിശ്ചയിച്ചു വെച്ചു എന്നിരിക്കുക. എങ്കിൽ എന്തിനല്ലാഹു അമ്പിയാക്കന്മാരയക്കണം? എന്തിനല്ലാഹുവിന്റെ കിതാബ് ഇറക്കണം? എന്തിനല്ലാഹു ഉലമാഇനെ കൊണ്ടുവരണം? എന്തിന് ദഅവത്ത് നടത്തണം? അള്ളാഹു തആല എന്തിനിത് ചെയ്യാൻ പറയണം? അള്ളാഹു ഹക്കീമല്ലേ? അള്ളാഹു ചെയ്യുന്ന കർമ്മങ്ങളിൽ അള്ളാഹു തആല സൂക്ഷ്മജ്ഞാനിയാണ്, തന്ത്രജ്ഞനാണ്. അള്ളാഹുവിന് യുക്തിയുണ്ട്. യുക്തിയില്ലാത്ത യുക്തിരാഹിത്യം അള്ളാഹു ചെയ്യുകയില്ലല്ലോ. അതുകൊണ്ടൊക്കെ നമ്മുടെ കർമ്മങ്ങളാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ നിശ്ചയിച്ചു വെക്കുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും എന്ന് അള്ളാഹുവിന് കാലേ കൂട്ടി അറിഞ്ഞു. അള്ളാഹുവിന്റെ ഇൽമാണത്. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ജസാകുമുല്ലാഹു ഖൈർ. فقلنا يا آدم നബിയെ ഉസ്കുൻ അൻത വസൗജുക الجنة, നിങ്ങളും നിങ്ങളുടെ ഭാര്യയും സ്വർഗ്ഗത്തിൽ താമസിക്കുക. വകുലാ മിൻഹാ റഗദൻ ഹൈതു ശിഅ്തുമാ, നിങ്ങൾ രണ്ടുപേർക്കും വേണ്ടതുപോലെ സുലഭമായി സുഭിക്ഷമായി ഭക്ഷിച്ചോളൂ. കുലാ മിൻഹാ റഗദൻ ഹൈതു ശിഅ്തുമാ, ഏത് വേണോ നിങ്ങൾക്ക് തിന്നാം. വലാ തഖറബാ ഹാദിഹി ഷജറ, ഈ വൃക്ഷം അല്ലാഹു തആല പ്രത്യേകമായൊരു വൃക്ഷം ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു, ഇത് അതിൻ്റെ അരികത്തേക്ക് പോലും നിങ്ങൾ പോകരുത്. വലാ തഖറബ, അരികത്തേക്ക് പോവേണ്ട കേട്ടോ. അടുത്ത് ചെന്നാൽ പിന്നെ അത് തൊട്ടു നോക്കാൻ വാസനിച്ചു നോക്കാൻ തോന്നിപ്പോ, അടുക്കണ്ട. വ്യഭിചാരത്തെ പറ്റി എങ്ങനെ പറഞ്ഞു? ലാ തഖറബു സിന, വ്യഭിചാരമോ വ്യഭിചാരത്തിൻ്റെ സീനുകളോ വ്യഭിചാരത്തിൻ്റെ അടയാളങ്ങളോ അതുമായി ബന്ധപ്പെട്ട കഥകളോ വിറ്റുകളോ തമാശകളോ ഒന്നും വായിക്കണ്ട. കാരണം അരികത്തേക്ക് ചെന്നാൽ ഒന്നുകൂടെ അപ്പുറത്തേക്ക് പോകാനുള്ള ധൈര്യം വരും. അങ്ങനെ വന്നാൽ പിന്നെ അവസാനം വലിയൊരു അപകടത്തിലേക്ക് എത്തിപ്പെടും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ.
വലാ തഖറബ, അടുക്കരുതെന്ന് പറഞ്ഞ വിഷയം. എല്ലാ തെറ്റുകളെപ്പറ്റിയും ചെയ്യരുതെന്ന് അല്ലാഹു തആല പറയാം. വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ലാ തഖറബ, കാരണം അടുക്കും തോറും ആ അടുക്കുന്നത് ഓരോന്നും വലിയ വലിയ തെറ്റുകളായിരിക്കും. അങ്ങനെയാണ്. ഒരു സഹോദരി വളരെ സ്നേഹത്തോടുകൂടെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചു. വളരെ റാഹത്തിലാണ്, ഭർത്താവ് വളരെ സ്നേഹത്തിലാണ്, രണ്ടുപേരും വലിയ സ്നേഹത്തിലാണ്. ഇടയ്ക്ക് ഭർത്താവ് ഒന്ന് യാത്ര പോയി. അപ്പോഴേക്കും അവിടെ പഴയ കാലത്തെ കാമുകനെ ഓർമ്മ വന്നു. കാമുകനെ വിളിച്ചുകൊണ്ട് വരുത്തി. ഇപ്പോൾ അവൾക്ക് ഗർഭാണെന്ന്. ഇനിയിപ്പോൾ എന്താ ചെയ്യാം? സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ സംഭവം നമ്മുടെ ചെറിയൊരു വാട്സപ്പ് മെസ്സേജ് മതിയാവും ചിലപ്പോൾ. ലാ തഖറബ, അടുക്കരുത് എന്ന് പറഞ്ഞതിൽ ഇതൊക്കെ ബാധകമാണ്. വാട്സപ്പിൽ അന്യ പെണ്ണുങ്ങളെ എന്ത് ചെയ്യണ്ട, നിങ്ങൾ ആഡ് ചെയ്യണ്ട, നിങ്ങളെ ഫ്രണ്ട്സായിട്ട് കൂട്ടണ്ട. എന്ത് പേര് പറഞ്ഞാലും ശരി, അതൊക്കെ പിന്നീട് ഇബ്ലീസ് അതിലൊക്കെ വരും. എത്രയോ അനുഭവങ്ങളും സംഭവങ്ങളും ഒരു പക്ഷേ നിങ്ങൾക്കറിയായിരിക്കും. അതുകൊണ്ടാണ് അല്ലാഹു തആല അടുക്കല്ലേ എന്ന് പറയാൻ കാരണം. പഴയ ഫ്രണ്ട്ഷിപ്പ്, അന്നൊക്കെ അങ്ങനെ തെറ്റ് ചെയ്തു, അതിപ്പോഴും ആവർത്തിക്കുകയാണോ? പഠിക്കുന്ന കാലത്ത് നമ്മളെ കോളേജ് മേറ്റ്സ് ആയിരുന്നു, അന്ന് അങ്ങനെ തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ച് ഇന്നും ആ തെറ്റ് നമ്മൾ ആവർത്തിക്കാൻ പാടുണ്ടോ? അതൊക്കെ തൗബ ചെയ്ത് മടങ്ങി, നീ നിന്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നു, ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ ജീവിക്കുന്നു, കഴിഞ്ഞ കാലത്ത് തെറ്റുകളൊക്കെ അല്ലാഹ് പുറത്തു തരട്ടെ, കഴിഞ്ഞു, നമ്മൾ രണ്ടുപേരും അന്യരാണ്, നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇനി ഇല്ല, ഇനി എന്നെപ്പറ്റി നീ ഓർക്കണ്ട, നിന്നെപ്പറ്റി ഞാൻ ഓർക്കുന്നില്ല, കഴിഞ്ഞു, ഇത് പറയേണ്ട സ്ഥാനത്താണ് പഴയ കഥകളൊക്കെ ഓർത്തെടുത്ത് ഇതൊക്കെ ഇബ്ലീസിൻ്റെ പണിയാണ്. ലാ തഖറബ, അടുത്തു പോവല്ലേ. ആ ചിന്ത വരുമ്പോഴേക്ക് അതിനെ കട്ട് ചെയ്യണം. അല്ലെങ്കിൽ അത് വലിയൊരു ആശയമായി, ഒരു പ്രേമമായി, അനുരാഗമായി മനസ്സിനുള്ളിൽ അത് രൂഢമൂലമാകും. പിന്നെ കാണാൻ കൊതിയാകും, സംസാരം കേൾക്കാതെ ഉറക്കം വരാണ്ടായി പോകും, പിന്നെ അത് വ്യഭിചാരത്തിലേക്ക് എത്തും, പിന്നെ ഇനി എന്താ ചെയ്യാനായി പോകും. അതുകൊണ്ട് അത്തരം അബദ്ധങ്ങളൊക്കെ വന്നുപെടുന്ന അവസ്ഥകൾ നമ്മൾ സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. വലാ തഖറബ ഹാദിഹി ഷജറ, ഈ വൃക്ഷത്തിന്റെ അരികത്തേക്ക് അടുക്കല്ലേ എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇവിടെ നോക്കുക, അല്ലാഹു തആല ഭൂമിയിലേക്ക് പറഞ്ഞേക്കാൻ പോകുന്ന രണ്ടാളുകളുടെ ചരിത്രമാണിത്. ആദം നബിയെ പടച്ചത് ഭൂമിയിലേക്കാണ്. നമ്മൾ ഒന്നിലേറെ തവണ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല ആദം നബി ആ പഴം തിന്നില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ സുഖസുന്ദരമായി സ്വർഗത്തിൽ ഇങ്ങനെ വിലസുന്നുണ്ടാവുമല്ലേ. നമ്മുടെ വാപ്പ തിന്നതുകൊണ്ട് ഇപ്പോൾ ഭൂമിയിലേക്ക് എത്തിപ്പെട്ടു, വിസിൻ ജോലി അന്വേഷിച്ച് ഇവിടെ അബുദാബിക്ക് വരേണ്ടി വന്നു. ഇല്ലെങ്കിൽ എന്തൊരു റഗദൻ, ഇഷ്ടമുള്ളത് ബഫയൊക്കെ വെച്ച പോലെ എടുത്ത് തിന്നാൻ പറ്റുന്ന ഒരവസ്ഥയിൽ ആലോചിക്കാൻ ഒരു ചെലവില്ലാതെ. നമ്മുടെ മലയാളി റെസ്റ്റോറൻറ്റുകളൊന്നും ബഫെ വെക്കാറില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ കാരണം? ബഫെ വെച്ചാൽ തന്നെ ഒരാളവിടെ നിർത്തും ചെയ്യും. ഇത് എത്ര എടുക്കണം നോക്കാൻ വേണ്ടിയിട്ട് പിടിച്ചു വെക്കും. നമ്മളെപ്പോലെ തിന്നുന്ന മനുഷ്യന്മാർ ലോകത്തില്ലാന്നാ. അതന്നെ ഇതിൻ്റെ കാരണം. എടുത്ത് തിന്നിട്ട് നശിപ്പിക്കുക. ഏതായാലും 20 ദിർഹം കൊടുക്കണില്ലേ, നമ്മളെ മുതലാളിക്ക് നഷ്ടം ഉണ്ടായിക്കോട്ടെ. എനിക്കിതിന് ആവശ്യം ഉണ്ടായിട്ടല്ല, പക്ഷേ ഞാൻ മുതലാളിയെ തോൽപ്പിക്കുകയാണ്. അവനാൻ ആവശ്യമുള്ള തിന്നാൽ. പക്ഷേ മലയാളികൾക്കൊന്നും വിശ്വസിച്ചൊന്നും കൊടുക്കണില്ല, ഒരാളും ധൈര്യപ്പെട്ട് ചെയ്യൂല. മലയാളികൾ ഇഷ്ടം പോലെ കയറി വരുന്ന റെസ്റ്റോറൻറ്റിലൊന്നും അങ്ങനെ ബഫ ഇല്ല. ഇബ്രാഹിം റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലേ, കൂട്ടിയാ? അപ്പം എന്താ അറിയോ സംഭവം? അങ്ങനെ നമ്മൾ വളരെ കൂടുതലാണ് കഴിക്കണത്, കുറച്ച് വലിയ ഓവറാണ്. നമ്മളൊക്കെ തിന്നുന്നൊരു പ്ലേറ്റ് വേറെ നാട്ടുകാരൊക്കെ 2 ദിവസം 3 ദിവസമൊക്കെ കഴിക്കും അല്ലേ. കുല മിൻഹാ റഗദൻ ഹൈതു ശിഅ്തുമ, യഥേഷ്ടം കഴിച്ചോളൂ. വലാ തഖറബ ഹാദിഹി ഷജറ, അള്ളാഹുവിൻ്റെ ഹലാലുകൾ ഒരുപാടാണ്, ഹറാമ് എണ്ണപ്പെട്ടതേ ഉള്ളൂ എന്ന ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എല്ലാം തിന്നോളൂ നിങ്ങൾ, അത് മാത്രം തിന്നരുത്. അങ്ങനെയാണ്. ഹലാലായി നമുക്ക് അനുവദിക്കപ്പെട്ട പാനീയങ്ങളും ഭക്ഷണങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും ഭക്ഷ്യയോഗ്യമായതും ഒരുപാടുണ്ട്. ഒരുപാട് ഹലാലുകളുണ്ട്. ഹലാലാണ് ഒരുപാട്, ഹറാമുകൾ എണ്ണപ്പെട്ട വിഷയങ്ങൾ മാത്രമുള്ളൂ. അത് നിങ്ങൾ ചെയ്യരുത്. അപ്പോൾ അതിനോട് മാത്രം ഒരു പ്രത്യേകമായ താല്പര്യം ശരീരം കാണിക്കും, അത് നിങ്ങൾ പിടിച്ചു വെക്കണം. ആദം നബി അലൈഹിസ്സലാമിനെ പടക്കുമ്പോൾ തന്നെ അല്ലാഹു തആല എന്ത് പറഞ്ഞു? ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിലേക്ക് എൻ്റെ ഒരു പ്രതിനിധിയെ ഉദ്ദേശിക്കുന്നുണ്ട് അയക്കാൻ. നിങ്ങളുടെ അഭിപ്രായം എന്താണ് മലക്കുകളെ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ആദം നബിയെ പടക്കുന്നത് തന്നെ. എവിടേക്കാണ് ആദം നബി ആദ്യം പടച്ചത്? ഭൂമിയിലേക്കാണ്. ഭൂമിയിലേക്ക് ഞാൻ പടക്കാൻ ഉദ്ദേശിക്കുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അങ്ങനെ പടച്ചിട്ടാണ് സ്വർഗത്തിൽ പാർപ്പിച്ചത്. പക്ഷെ നമ്മുടെ ലക്ഷ്യം തന്നെ ആദം നബി അലൈഹിസ്സലാമിനെ പടക്കുന്നതിൻ്റെ ലക്ഷ്യം തന്നെ എങ്ങോട്ടാ? സ്വർഗത്തിലേക്കാണോ? അല്ല, ഭൂമിയിലേക്കാണ്. ഈ പഴം കഴിച്ചില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ഭൂമിയിലേക്ക് എത്തേണ്ടവർ തന്നെയാണ്. കാരണം അല്ലാഹ് പടച്ചത് ഭൂമിക്കാണ്, ഭൂമിക്ക് വേണ്ടി പടച്ചതാണ്. വലാ തഖറബ ഹാദിഹി ഷജറ.
പക്ഷേ പിശാച് അവരെ വഴിപിഴപ്പിച്ചു. ഫഖുൽനാ യാ ആദമു, ആദം നബിയേ, ഇന്ന ഹാദാ അദുവ്വുൻ ലക വലിസൗജിക, ഈ പിശാച് നിങ്ങൾക്ക് ശത്രുവാണ്, നിങ്ങളുടെ ഭാര്യയുടെയും ശത്രുവാണ്. ഫലാ യുഖ്രിജന്നകുമാ മിനൽ ജന്നതി ഫതഷ്ഖാ, സ്വർഗ്ഗത്തിൽ നിന്ന് ഇവൻ നിങ്ങളെ പുറത്താക്കും, അങ്ങനെ നിങ്ങൾക്ക് വലിയ പരാജയം സംഭവിക്കും. ഇന്ന ലക അല്ലാ തജൂഅ ഫീഹാ വലാ തഅറാ വഅന്ന ലക ലാ തദ്മഉ ഫീഹാ വലാ തദ്ഹാ, സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് വസിക്കാം ആദം നബിയെ, നിങ്ങൾക്ക് വിശക്കുകയോ വസ്ത്രമില്ലാതിരിക്കുകയോ ചെയ്യില്ല, നിങ്ങൾക്ക് ദാഹമുണ്ടാവുകയോ ചൂടേൽക്കുകയോ ചെയ്യേണ്ടി വരികയില്ല, നിങ്ങൾക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാം. ഞാൻ പറഞ്ഞ വിഷയം മാത്രം എന്ത്? ആ വൃക്ഷത്തിന്റെ അരികത്തേക്ക് പോകരുത്. കാരണം ഭൂമിയിലേക്ക് അയക്കാൻ പോകുന്ന ഒരാൾക്കൊരു ട്രെയിനിങ് കൊടുക്കണം, അല്ലേ? നമ്മൾ ഏതൊരു കമ്പനി ജോലി ചെയ്യുകയാണെങ്കിലും ചില ട്രെയിനിങ് സെഷൻസ് ഉണ്ടാവും. ഒരു നല്ല ഒരു സ്റ്റാൻഡേർഡുള്ള കമ്പനിയാണോ ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിങ് കൊടുക്കും. ഒരു സ്ഥാപനം തുടങ്ങുകയാണ്, ഒരു വർക്ക് ആരംഭിക്കുകയാണ്, ഒരു ഓറിയന്റേഷൻ ഡേ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടാവും, അല്ലേ? പരസ്പരം ആളുകൾ പരിചയപ്പെടണം, എന്തൊക്കെയാണ് കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് എയിംസ്, ഇതൊക്കെ പരിചയപ്പെടണം, എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതിൻ്റെ ഓവറോൾ പിക്ചർ കിട്ടിയതിൻ്റെ ശേഷമാണ് പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുക. ഇതൊരു ഏതൊരു സംഭവം ഒരു ഓർഗനൈസേഷൻ്റെയും സ്വഭാവമാണ്. ഭൂമിയിലേക്ക് വരാൻ പോവാൻ, ഇവിടെ വന്നാൽ അല്ലാഹു തആല ഇഫ്അൽ ലാ തഫ്അൽ, ചെയ്യുക ചെയ്യരുത് എന്ന് അല്ലാഹു പറയുന്ന ലോകമാണ് ഭൂമി. ചെയ്യുക ചെയ്യരുത്, കള്ളു കുടിക്കരുത്, പക്ഷേ നിങ്ങൾക്ക് തേങ്ങാവെള്ളം കുടിക്കാം, അല്ലേ? പച്ചവെള്ളം കുടിക്കാം, പക്ഷേ നിങ്ങൾ മദ്യപിക്കരുത്. അള്ളാഹു ചെയ്യണം ചെയ്യരുത് ഇത് പറയുന്ന ലോകമാണ് ഭൂമി. സ്വർഗത്തിൽ നിന്ന് ഒരു ട്രെയിനിങ് കൊടുത്തു അതിന്റെ പേര് കുലാ മിൻഹാ റഗദൻ ഹൈതു ശിഅ്തുമാ, വേണ്ടതൊക്കെ തിന്നോളൂ, ചെയ്തോളൂ എന്ന കൽപ്പന. വലാ തഖറബാ ഹാദിഹി ഷജറ, ഈ വൃക്ഷത്തിന്റെ അരികത്തേക്ക് പോവരുത് കേട്ടോ. ഒരു നിരോധന, ഒരു കൽപ്പനയും നിരോധനവും അല്ലാഹുവിന്റെ ട്രെയിനിങ് കൊടുത്തു. സയ്യിദുനാ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹി ഗോട്ട് ടെംപ്റ്റഡ്, പിശാച് ദുർമോഹം പെടുത്തി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പഴം ഭക്ഷിക്കുകയാണ്, അവർ ഭൂമിയിലേക്ക് വരികയാണ്. ഫവസ്വസ ലഹുമശ്ശൈത്വാൻ, പിശാച് അവർക്ക് വസ്വാസ് ഉണ്ടാക്കി. അല്ലാഹ് പറഞ്ഞത് ശരി തന്നെയാണോ? ഈ വസ്വാസാണല്ലോ വലിയ വിഷയം. നമ്മൾ ഉറപ്പിച്ചു വെച്ച ചില വിഷയങ്ങൾ അതിപ്പോ അങ്ങനെ തന്നെയാണോ? അങ്ങനെ കേട്ടല്ലോ, ഇങ്ങനെ കേട്ടല്ലോ. പിശാച് എന്താ പറഞ്ഞെന്നറിയോ? നിങ്ങൾ ഈ ഭക്ഷണം കഴിച്ചാലേ ഒരിക്കലും മരിക്കൂല, നിങ്ങൾ മലക്കുകളെ പോലെ ഇവിടെ അങ്ങ് ജീവിക്കും, അതുകൊണ്ടാണ് അള്ളാഹു നിങ്ങളോട് തുടരുത് എന്ന് പറഞ്ഞത്. അപ്പോൾ പെണ്ണുങ്ങളാണെങ്കിലും പറയില്ലേ, പൊന്നാര ഭർത്താവേ, നമുക്ക് ഇവിടുന്ന് പോവാണ്ടിരിക്കാൻ ഇങ്ങനെ ഈ ഒരു നിയമത്തൊക്കെ ഇവിടെ തന്നെ നിലനിന്ന് കിട്ടാൻ വല്ല വകുപ്പുണ്ടെങ്കിൽ അതന്നെയല്ലേ നമ്മൾ നോക്കേണ്ടത്. നമുക്ക് എന്തിനാണ് വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നത്? ഇവിടെ തന്നെ നിൽക്കല്ലേ നമുക്ക്. അതിനെ പറഞ്ഞു ഹവ്വാ നമ്മളോട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാഹു. അല്ലാതെ നമ്മളോട് പറഞ്ഞതേ ചിലപ്പോൾ ഇതിനായിരിക്കും. എനിക്കിങ്ങനെ തോന്നുന്നു, ഇബ്ലീസ് ഇങ്ങനെ തോന്നിപ്പിക്കാൻ 2, 3, 4 തവണ. എന്നാ പോയി ഒന്ന് ഭക്ഷിച്ചു നോക്കാം. എന്താ ഇബ്ലീസിന്റെ ലക്ഷ്യം എന്നറിയോ? അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുക എന്നതാണ് ആത്യന്തിക ലക്ഷ്യം. പക്ഷേ പിശാചിന്റെ സ്വർഗത്തിൽ നിന്നും മനുഷ്യനോട് ശത്രുത കാണിച്ച ആദ്യത്തെ ശത്രുതയുടെ പരിണിത ഫലം എന്തായിരിക്കുമെന്ന് പിശാച് കാലേക്കൂട്ടി കണ്ടിരുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അറാഫിലെ വിഷയം പറഞ്ഞുകൊണ്ട് പറയുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫവസ്വസ ലഹുമ الشيطان ليبدي لهما ما وري عنهما من سوآتهما وقال ما نهاكما ربكما عن هذه الشجرة إلا أن تكونا ملكين أو تكونا من الخالدين. പിശാച് അവർക്ക് വസ്വാസ് ഉണ്ടാക്കി, സംശയരോഗം കൊടുത്തു. അള്ളാഹു പറഞ്ഞതിനെ സംബന്ധിച്ച് അവർക്ക് സംശയമായി. പിന്നെ അത് അങ്ങനെ തന്നെയാണോ? എന്തിനാണ് പിശാച് ചെയ്തെന്നറിയോ? ആദം നബി അലൈഹിസ്സലാമിന്റെയും ഹവ്വാ ബീവിയുടെയും രഹസ്യഭാഗം മറച്ചു വെക്കപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വസ്ത്രമുണ്ട്. അവരുടെ മറച്ചു വെക്കപ്പെട്ട രഹസ്യഭാഗം അത് വെളിവാവാൻ, അത് പ്രത്യക്ഷമാവാൻ, മനുഷ്യന് ലൈംഗികതയെ സംബന്ധിച്ചുള്ള ഓർമ്മ വരാൻ, മനുഷ്യന്റെ രഹസ്യഭാഗം വെളിവാക്കപ്പെടാനാണ്, മനുഷ്യന്റെ ഈ ഒരു അല്ലാഹു തആല നൽകിയ മറയെ വെളിപ്പെടുത്താനാണ് പിശാച് ആദ്യമായി വസ്വാസ് ഉണ്ടാക്കിയത് എന്ന് അല്ലാഹു തആല പറയുന്നു. അല്ലാഹുവിന്റെ ഭൂമിയിലേക്ക് വരുന്നതിന്റെ മുമ്പേ തന്നെ പിശാചിന്റെ ലക്ഷ്യം നഗ്നതയാണ്. അതാണെന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്.
പരസ്യമായ നഗ്നത. ആദം നബിയെക്കുറിച്ചും ഹവ്വാ ബീവിയെക്കുറിച്ചും അവൻ ആഗ്രഹിച്ച അത് തന്നെയാണ്. അല്ലാഹു തആല രണ്ടുപേർക്കും കാന ലിബാസുഹുമാ ലിബാസ നൂരിൻ, പ്രകാശത്തിന്റെ വസ്ത്രം അല്ലാഹു നൽകിയിരുന്നു. ആദം നബിക്കും ഹവ്വാ ബീവിക്കും പ്രകാശത്തിന്റെ വസ്ത്രം നൽകിയിരുന്നു. സ്വർഗീയ വസ്ത്രമാണ്. ഇവൻ ഉദ്ദേശിച്ച ഇത്രയേ ഉള്ളൂ, ഇവരുടെ നഗ്നത വെളിവാവണം. മാ ഉരിയ അൻഹുമാ മിൻ സൗആതിഹിമാ. അവൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയ കുറ്റവും ഇത് തന്നെയാണ്. മുസ്ലിമീങ്ങൾ ഇസ്ലാമനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ കിട്ടാത്തതും ഇതിൻ്റെ പേരിൽ തന്നെയാണ്. ഈ നഗ്നത വെളിവാക്കാനും ആഭാസം ചെയ്യാനും മുസ്ലിമീങ്ങളെ ലോകത്ത് കിട്ടുന്നില്ല. ഇവരെന്തോ ഒരു പുറംതിരിഞ്ഞ് നിൽക്കുന്ന ആളുകളാണ്, ഞങ്ങളൊക്കെ അത് ഓക്കെ എന്ന് പറയുമ്പോൾ ഇവർക്കെന്താ അത്ര പ്രശ്നം? ഇതാണ് മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള ആക്രമണത്തിൻ്റെയും എല്ലാറ്റിൻ്റെയും കാരണം. നമ്മുടെ നാട്ടിലൊക്കെ ഹിജാബ് ധരിച്ചു വന്ന പെൺകുട്ടികളൊക്കെ നമ്മുടെ ബാംഗ്ലൂർ ക്യാമ്പസിലൊക്കെ ചില ഒച്ചപ്പാടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലേ, അല്ലേ? കർണാടകയിലെ എന്തേ അച്ചടക്കത്തിൽ വസ്ത്രം ധരിച്ചൊരു പെൺകുട്ടിയെ എന്തിനങ്ങനെ അപമാനിക്കണം? എന്തിന് പർദ്ദയെ വലിച്ച് ചീന്തണം? അതിനെ സംബന്ധിച്ച് കോൺട്രോവേഴ്ഷ്യലായിട്ട് സംസാരിക്കണം? അച്ചടക്കത്തിലല്ലേ ആ കുട്ടി നടക്കുന്നത്? അതല്ല, ഞങ്ങളൊക്കെ ഇങ്ങനെ വളരെ ഷോ ആയി ചെയ്ത് നടക്കുമ്പോൾ എന്തുകൊണ്ട് അവൾക്കങ്ങനെ നടന്നുകൂടാ? അവളുടെ നഗ്നത ഞങ്ങളെപ്പോലെ തന്നെ വെളിവാവണം എന്നാഗ്രഹിക്കുന്ന ഒരു സ്വഭാവം ഇത് പിശാച് കൊണ്ടുവരുന്ന ചിന്തയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ പെൺമക്കളൊക്കെ അല്ലാഹു തആല അവൻ്റെ കാവലിലായി അല്ലാഹു സൂക്ഷിക്കട്ടെ. കാരണം ഒരു മുസ്ലിമായ പുരുഷൻ ഒരു പക്ഷേ ഇസ്ലാമിൻ്റെ സ്വഭാവം കാണിക്കണമെങ്കിൽ ഒരു പക്ഷേ ഒരു തലപ്പാവ് ധരിച്ച് തലമറച്ച് ആ ഒരു സുന്നത്തും ചര്യയൊക്കെ പിൻപറ്റി ആ ഒരു വസ്ത്രധാരണം ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഒരു പുരുഷനെ കണ്ട അവൻ മുസ്ലിമാണെന്ന് തോന്നും. നേരെ മറിച്ചൊരു പെണ്ണ് അവളുടെ വസ്ത്രത്തിലൂടെ വിളിച്ചു പറയാൻ ഞാനൊരു മുസ്ലിമച്ചാണ്, അതൊരു അഭിമാനമുള്ള അസ്തിത്വമാണ്. ഒരു പെണ്ണ് തുറന്നു പറയാം, ഒരു പർദ്ദ ധരിച്ച് നിഖാബ് ധരിച്ച് ഹിജാബ് ധരിച്ച് നടക്കുന്ന ഒരു പെണ്ണ്, ആ പെണ്ണിന്റെ വസ്ത്രത്തിലൂടെ തന്നെ അവൾ വിളിച്ചു പറയാൻ ഞാൻ മുസ്ലിമച്ചാൻ, അതൊരു അഭിമാനമാണ്. നേരെ മറിച്ച് പുരുഷന്മാരത് ചെയ്യുന്നില്ല. നമ്മൾ ജോലിക്ക് പോകുന്നു, ടൗണിലൂടെ ഇറങ്ങി നടക്കുന്നു, ഒരു പക്ഷേ നമുക്ക് കണ്ടാൽ പോലും അറിയില്ല നമ്മൾ മുസ്ലിമാണോ അല്ലയോ. എൻ്റെ കൂടെ ഇന്നലെ യാത്ര ചെയ്യുക ഒരു നല്ല താടിയൊക്കെ വെച്ച ചെറുപ്പക്കാരൻ തൊട്ടടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു പേരെന്താ, പറഞ്ഞു ശ്രീകാന്താണ്. ശ്രീശാന്തിന് ഓർമ്മ വന്നു, ശ്രീകാന്താണെന്ന് പറഞ്ഞു പേര്. ശ്രീകാന്ത് എന്ന് പറഞ്ഞ സുഹൃത്ത്. പക്ഷേ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ നല്ല താടിയൊക്കെ വെച്ചിട്ടുണ്ട്, കുറച്ചൊരു സുന്നത്തുള്ള താടി. പിന്നെ ഞാൻ കഴുത്തിൽ മാലയൊക്കെ കണ്ടു. നല്ല ചെറുപ്പക്കാരൻ കണ്ണൂരുകാരനാന്ന് പറഞ്ഞു, നല്ലൊരു സഹോദരൻ. പക്ഷേ പറയാം, കാഴ്ചയിൽ നമുക്ക് ഒരു പുരുഷനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. നേരെ മറിച്ച് ഒരു പെണ്ണ് അവളുടെ വസ്ത്രത്തിലൂടെ വിളിച്ചു പറയാൻ ഞാൻ 1 നമ്പർ മുസ്ലിമച്ചാൻ. അവർ ചെയ്യുന്ന ഈ ഒരു സേവനം വലുതാണ്. അള്ളാഹുവിൻ്റെ ദീനിന് അവർ ചെയ്യുന്ന സേവനമാണത്. ഒരു പെണ്ണൊരു ഇസ്ലാമിൻ്റെ വേഷം ധരിക്കുന്നത് ഒരു പുരുഷൻ പോലും അങ്ങനെ ചെയ്യുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ അച്ചടക്കമുള്ള ഒരു അസ്തിത്വം അള്ളാഹു എന്നും നിലനിർത്തി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രത്യേകിച്ച് യൂറോപ്പ് രാജ്യങ്ങളിൽ, നമ്മുടെ വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകൾ ഹിജാബ് ധരിക്കുന്ന തന്നെ വലിയ കൗതുകത്തോടുകൂടെ വളരെ ഓടായിട്ടാണ് അവർ കാണുന്നത്. നിഖാബ് കൂടെ ധരിച്ചാൽ പിന്നെ ആള് തീവ്രവാദിയാണ്, ആ രീതിയിൽ കാണുന്ന കാലമാണ്. വളരെ പ്രയാസമാണ്. അറിയുന്ന കുറച്ച് ആളുകൾ, UK ആളുകൾ ഈ വിഷയം ഇപ്പം തൊട്ടടുത്തുള്ള ഈ രാഷ്ട്രീയ സംവിധാനങ്ങൾ മാറ്റങ്ങളും തെരഞ്ഞെടുപ്പൊക്കെ നടന്നപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഞങ്ങളുടെയൊക്കെ കാര്യം എന്താണെന്ന് അറിയില്ല, ഞങ്ങളുടെ മക്കൾ എന്താവും എന്നറിയില്ല. ഹിജാബ് ധരിച്ചു പോലും നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. വലിയ കൗതുകത്തോടെയും അത്ഭുതത്തോടെയുമാണ് ആളുകൾ നോക്കുന്നത് എന്നൊക്കെ പറയാം. ഇൻഷാ അല്ലാഹ് ഇസ്ലാം തുടങ്ങുമ്പോൾ അതൊരു വിചിത്രമായി തോന്നിയിരുന്നു. ഇനി ഇസ്ലാമിൻ്റെ അന്ത്യകാലത്തേക്ക് എത്തുമ്പോഴും അതൊരു വിചിത്രമായി തോന്നും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കിയുള്ള ആളുകളൊക്കെ ഏതോ ഒരു രീതിയിൽ ജീവിക്കുമ്പോൾ മുസ്ലിമായി ജീവിക്കുന്ന ഒരാളെ കാണുമ്പോൾ നീ ഇപ്പോഴും 21-ാം നൂറ്റാണ്ട് തന്നെയല്ലേ, ഉറപ്പന്നെയാണോ, നീ ഈ നൂറ്റാണ്ടുകാരി തന്നെയാണോ എന്നൊക്കെ നമ്മുടെ മക്കളോട് കൂടുള്ള ആളുകളൊക്കെ ചോദിക്കുമ്പോൾ ചെറിയ ഒരു വസ്വാസ് വരും. ഞാനത് ഇടണോ, ഞാനത് എടുത്തു കളഞ്ഞേക്കാം, എന്നാൽ പിന്നെ ആരും എന്നെ നോക്കില്ലല്ലോ, എന്നോട് ആരും ചോദിക്കില്ലല്ലോ. അങ്ങനെ തോന്നിപ്പോവാതെ ഉള്ള ഉറപ്പുള്ള ഈമാൻ അല്ലാഹു നമ്മുടെ കുട്ടികൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പിശാച് ഉദ്ദേശിച്ചത് മനുഷ്യന്റെ നഗ്നത കാണിക്കാനാണ്. അതിനാണ് അവരെ കൊണ്ട് പിശാചിനറിയാം അള്ളാഹുവിന്റെ ത്വാഅത്തിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ രഹസ്യം വെളിവാക്കുകയാണ്. فوسوس لهما الشيطان ليبدي لهما ما وري عنهما من سوآتهما.
അവരുടെ നഗ്നത വെളിവാവണമെന്ന് പിശാച് ഉദ്ദേശിച്ചുകൊണ്ടാണ് അവർക്ക് ദുർബോധനം ചെയ്തത്. വഖാല, അവരോട് പറഞ്ഞു, മാ നഹാകുമാ റബ്ബുകുമാ അൻ ഹാദിഹി ഷജറ, ഈ വൃക്ഷത്തോട് അടുക്കരുത് എന്ന് അല്ലാഹു പറയാൻ കാരണം, ഇല്ലാ അൻ തകൂനാ മലക്കൈൻ, നിങ്ങൾ രണ്ട് മലക്കുകളായി മാറുമോ എന്നതുകൊണ്ടോ, ഔ തകൂനാ മിനൽ ഖാലിദീൻ, നിങ്ങൾ എന്നേക്കും ഇറ്റേണലായി ഇവിടെ തന്നെ ജീവിക്കുന്നവരായി പോകും. ഇത് സംഭവിക്കാതിരിക്കാനാണ് അല്ലാഹു നിങ്ങളോട് ഈ പഴം കഴിക്കരുത് എന്ന് പറഞ്ഞത് എന്നവൻ വസ്വാസ് കൊടുത്തു. ഫഅകലാ മിൻഹാ, രണ്ടുപേരും ഭക്ഷിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭക്ഷിച്ച നേരത്തെ ചെയ്ത പണി എന്താണ് അവർക്ക് സംഭവിച്ചത്? يا بني آدم لا يفتننكم الشيطان كما أخرج أبويكم من الجنة ينزع عنهما لباسهما ليريهما سوآتهما. യാ ബനി ആദം, മനുഷ്യരെ, ആണുങ്ങളെ, പെണ്ണുങ്ങളെ, ലാ യഫ്തിനന്നകുമുശ് ശൈത്വാൻ, പിശാച് നിങ്ങളെ വഴിപിഴപ്പിക്കാതിരിക്കട്ടെ. കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, നിങ്ങളുടെ ഉമ്മയെയും വാപ്പയെയും സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയ പോലെ നിങ്ങളെ പിശാച് വഴിപിഴപ്പിക്കാതിരിക്കട്ടെ. യൻസിഉ അൻഹുമാ ലിബാസഹുമാ, അവരുടെ വസ്ത്രം പിടിച്ചു മാറ്റിയത്, പറിച്ചു മാറ്റിയത് അവനാണ്. ലിയുരിയഹുമാ സൗആതിഹിമാ, പരസ്പരം നഗ്നത കാണത്തക്ക വിധത്തിൽ അവരുടെ വസ്ത്രം പിച്ചു ചീന്തിയത് പിശാചാണ്. അതുപോലെയുള്ള പരീക്ഷണം ഒരിക്കലും മനുഷ്യരെ നിങ്ങൾക്ക് വരാതിരിക്കട്ടെ. യാ ബനി ആദം, അത് മനുഷ്യരോട്, മുഅ്മിനോ അമുസ്ലിമോ, ഏത് ജാതിയോ, ഏത് രാഷ്ട്രക്കാരനോ, ഏത് പാസ്പോർട്ട് ഹോൾഡറോ ആകട്ടെ, എല്ലാവരോടും യാ ബനി ആദം, ആദമിന്റെ സന്തതികളെ, നഗ്നത പ്രദർശിപ്പിക്കുന്ന പൈശാചികത നിങ്ങൾ ചെയ്യല്ലേ. അത് ലോകത്തെ ഏറ്റവും കടുത്ത പാതകമാണ്. മനുഷ്യനാക്കി അള്ളാഹു നൽകുന്ന ആ ഒരു റെസ്പെക്ട്, മനുഷ്യന്റെ വ്യക്തിത്വം, മനുഷ്യന്റെ ഒരു മഹത്വം നഷ്ടപ്പെടുന്ന അവിടെയാണ്. മറ്റു മൃഗങ്ങൾക്ക് രഹസ്യഭാഗമുണ്ട്, അവരാരും ട്രൗസർ ഇട്ട് നടക്കണില്ല അല്ലേ? മനുഷ്യന്മാരെ അള്ളാഹു തആല വെച്ചത് ആ ഒരു റെസ്പെക്റ്റും മനുഷ്യന്റെ ഓണർ, ഇത് നഷ്ടപ്പെടുത്തല്ലേ നിങ്ങൾ. പിശാച് ഇങ്ങനെ പരിശ്രമിക്കും. ലോകത്ത് നടക്കുന്ന തിന്മകളിൽ നിർലജ്ജം ആളുകൾ നഗ്നരായി ക്യാമറക്ക് മുമ്പിൽ നിന്നു കൊടുക്കുന്നത്, അതുപോലെയുള്ള നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ പുതിയൊരു സിനിമ ഇറങ്ങിയ സംബന്ധിച്ച് ന്യൂസ് കണ്ടു. ബോംബെയിലെ ബോളിവുഡിലെ ഏതൊരു സിനിമ ഇറങ്ങിയെന്നു, വളരെ ഹ്യൂമറായിട്ട് ലൈംഗികതയെ പ്രദർശിപ്പിച്ചുകൊണ്ട് നഗ്നരായിട്ട് അഭിനയിക്കുന്ന നടീനടന്മാർ അവിടെ കാലം. നമ്മുടെ നാട്ടിലൊക്കെ ഹിന്ദി സിനിമക്ക് വലിയ പേരാന്നാണ് കേട്ടത്. പെണ്ണുങ്ങളൊക്കെ ഹിന്ദി പഠിക്കാൻ ഒരുങ്ങിയൊക്കെയാണ് കേട്ടത്. ഹിന്ദി സീരിയൽ, ഹിന്ദി സിനിമ, ഹിന്ദി പഠിക്കാനാണ് അത്ര. എനിക്കറിയില്ല ഹിന്ദിയിൽ വല്ല കിതാബുണ്ടോ പഠിക്കേണ്ടത്. എന്തിനാണ് ഇവർ പഠിക്കുന്നത് ഹിന്ദി? സുബ്ഹാനല്ലാഹ്. മലയാളം തന്നെ നമുക്ക് സഹിക്കാൻ വയ്യ. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഹിന്ദി കൾച്ചറൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മതത്തോടോ ഒരു ആശയത്തോടോ ഒരു മൂല്യത്തോടോ കമ്മിറ്റ്മെൻ്റ് കാണിക്കാതെ പച്ചയായ നഗ്നതയും വ്യഭിചാരവും പ്രോത്സാഹിപ്പിക്കുന്ന സീനുകളാണ് ഹിന്ദി സിനിമകളിൽ ഉടനീളം. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളൊന്നും മുത്തഖീങ്ങളല്ല. നിങ്ങൾക്ക് ആലോചിച്ചാൽ പോരെ. അവർ അള്ളാഹുവിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നവരല്ല, അവർ പരലോക ചിന്ത ഉള്ളവരല്ല, മനുഷ്യന് അക്കൗണ്ടബിലിറ്റി ഉണ്ട് അവൻ്റെ കർമ്മങ്ങളിൽ എന്ന് വിശ്വസിക്കുന്നവരല്ല. ഇവരൊക്കെയാണ് ഇതൊക്കെ എഴുതി വിടുന്നത്. അങ്ങനെയാണ് അവർ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബമായിട്ടും അല്ലാതെയും ഒറ്റക്കും നമ്മുടെ മക്കൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചിത്രങ്ങളൊക്കെയും മനുഷ്യന്റെ നഗ്നതയാണ് കാണിച്ചു കൊടുക്കുന്നത് അല്ലേ? മനുഷ്യന്റെ നഗ്നത കാണിച്ചു കൊടുക്കുക. ഈ ഒരു മഹാപാതകം മനുഷ്യരെ നിങ്ങൾ ചെയ്യരുതേ എന്ന് വിശുദ്ധ ഖുർആൻ. അതിൻ്റെ പരമമായ ലംഘനമാണ് എല്ലാ കൾച്ചറുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. പുരാതനമായ കൾച്ചറാവട്ടെ, ശേഷമുള്ളതാകട്ടെ, എവിടെയോ ആകട്ടെ, വത്തിക്കാനിലാവട്ടെ, നമ്മുടെ ഇന്ത്യയിലെ ഖജുരാവോ ശില്പങ്ങളിലാവട്ടെ, ടെമ്പിളുകളിലാവട്ടെ, ക്ഷേത്രങ്ങളിലാവട്ടെ, പച്ചയായ സ്ത്രൈണതയുടെ ഭാവങ്ങൾ, പെണ്ണുങ്ങളുടെ ശരീരങ്ങൾ വസ്ത്രം മറക്കാത്ത രീതിയിൽ കൊത്തിവെച്ച ശില്പങ്ങൾ, അതിന് എന്ത് കലാഭാവനയുണ്ടെന്ന് പേര് വെച്ചാലും ഇത് ആഭാസമാണ്. എന്തൊക്കെ നമ്മൾ പേര് വെച്ച് ദേവീ ദേവന്മാരുടെ പേരിൽ പുണ്യമാണെന്ന് പറഞ്ഞ് ചെയ്താൽ തന്നെയും സത്യത്തിൽ പച്ചയായ നഗ്നത കാണിക്കുന്ന ഈ സംസ്കാരം ഭാരത സംസ്കാരത്തിനടക്കം മനുഷ്യ സംസ്കാരത്തിനടക്കം മോശമാണ്. നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതാണ്, അതിനെ പ്രോത്സാഹിപ്പിക്കാനും പാടില്ലാത്തതാണ്.
മനുഷ്യത്വം ഇഷ്ടപ്പെടുന്ന ആളുകൾ, മനുഷ്യനാകുന്നത് മനുഷ്യന്റെ നാണമുണ്ടാകുമ്പോൾ, നഗ്നത മറക്കുമ്പോഴാണ്. മനുഷ്യന്റെ നാണം, ലജ്ജ എന്ന് പറയുന്ന സ്വഭാവം, ലികുല്ലി ദീനിൻ ഖുലുഖ്, എല്ലാ മതങ്ങൾക്കും ഒരു സംസ്കാരമുണ്ട്, എല്ലാ മതങ്ങൾക്കും ഒരു സ്വഭാവമുണ്ട്. വഖുലുഖുൽ ഇസ്ലാം അൽ ഹയാ, ഇസ്ലാമിന്റെ സംസ്കാരവും സ്വഭാവവും നാണവും ലജ്ജയുമാണെന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ മതങ്ങൾക്കും ചില പ്രത്യേകമായ വളരെ ഐഡന്റിക്കലായ ചില സ്വഭാവങ്ങൾ കാണും. പക്ഷേ ഇസ്ലാമിന്റെ മൗലികമായ സ്വഭാവം ലജ്ജയാണ്, നാണമാണ്. മുസ്ലിം ഒരാളിന്റെ നാണത്തിലേക്ക് നോക്കാൻ പാടില്ലാത്ത ആളാണ്. നാണം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പാടില്ലാത്ത ആളാണ്. നാണം സൂക്ഷിക്കേണ്ടവരാണ്, മറച്ചു പിടിക്കേണ്ടവരാണ്. അതാണ് ഇസ്ലാമിന്റെ സംസ്കാരം. ആ തരത്തിൽ നഗ്നത വെളിവാകുന്ന സംസ്കാരം ആദം നബി അലൈഹിസ്സലാമിനെയും ഹവ്വാ ബീവിയെയും സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കുന്ന നേരം പിശാചാദ്യമായി മനുഷ്യരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിച്ച ലക്ഷ്യവും അവൻ ഉദ്ദേശിച്ച പാതകവും നഗ്നത കാണിച്ചു കൊടുത്താൽ മനുഷ്യൻ വഴിപിഴച്ചേക്കും. മനുഷ്യന്റെ ചിന്തയെ, ബുദ്ധിയെ തകരാറിലാക്കാൻ കഴിയും. പിന്നെ മനുഷ്യന്റെ ചിന്ത ദുഷിച്ച ചിന്തയായിരിക്കും. പിന്നെ വരുന്ന തമാശകൾ, ലൈംഗികമായ തമാശകളെ പിന്നെ പറയാൻ കഴിയും. മനുഷ്യന്റെ ബുദ്ധി അങ്ങ് തകരാറിലായി പോയാൽ ലൈംഗികത കാണുകയോ അത് വായിക്കുകയോ അത് അറിയുകയോ അത് ആസ്വദിക്കുകയോ ചെയ്യുന്ന ആളുകളുടെ മനസ്സിൽ സ്വത്വമായ, മനോഹരമായ, ശുദ്ധമായ സംസ്കാരമോ ചിന്തകളോ വരാൻ പ്രയാസമാണ്. അതുകൊണ്ട് പിശാച് ഉദ്ദേശിച്ചു മനുഷ്യൻ നഗ്നത കാണണം. അള്ളാഹു ഉദ്ദേശിക്കുന്നു, അള്ളാഹു ചാല കൽപ്പിക്കുന്നു, നിങ്ങളത് ചെയ്യല്ലേ. അവൻ ആദ്യം ചെയ്ത പാതകം അതാണ്. അതുകൊണ്ട് നിങ്ങളാരും അത് ചെയ്യല്ലേ എന്ന് അള്ളാഹുവിന്റെ കൽപ്പന. യാ ബനി ആദം, ആദമിന്റെ സന്തതികളെ, മനുഷ്യരെ, അതാണ്. ലാ യഫ്തിനന്നകുമുശ് ശൈത്വാൻ, പിശാച് നിങ്ങളെ വഴിപഴപ്പിക്കാതിരിക്കട്ടെ. കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്ന് നിങ്ങളുടെ ഉപ്പയെയും ഉമ്മയെയും അവൻ പുറത്താക്കിയ പോലെ നിങ്ങളെ അവൻ വഴിപഴപ്പിക്കാതിരിക്കട്ടെ. എങ്ങനെയാ പുറത്താക്കിയത്? യൻസിഉ അൻഹുമാ ലിബാസഹുമാ, വസ്ത്രം അവരെ അഴിച്ചു വെച്ചുകൊണ്ട്, വസ്ത്രം മാറ്റിക്കളഞ്ഞുകൊണ്ട്, അവരുടെ നഗ്നത വെളിവാക്കിക്കൊണ്ട്, ലിയുരിയഹുമാ സൗആതിഹിമാ, നഗ്നത കാണിച്ചു കൊടുക്കുന്ന വിധത്തിൽ നിങ്ങളുടെ ഉമ്മയെയും ഉപ്പയെയും അവൻ വഴിപഴപ്പിച്ചിട്ടുണ്ട്. നിങ്ങളത് ശ്രദ്ധിക്കണമേ. സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാം, വഖുൽനാ, സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു പരീക്ഷണത്തിലാക്കുകയായിരുന്നു. ഇത് അടുക്കരുത് ആദം നബിയെ. അടുത്തു, തിന്മ ചെയ്തു പോയി, അള്ളാഹുവിന്റെ നിയമത്തെ ലംഘിച്ചു പോയി. അള്ളാഹു തആല പറയുന്നു, നിങ്ങൾ ഇവിടുന്ന് പുറത്തു പോകണം. ഇനി നിങ്ങൾക്ക് അധ്വാനിക്കേണ്ടി വരും. ഇവിടെ ഭക്ഷണം റെഡിയാക്കി വെച്ചിരുന്നു, ഇഷ്ടമുള്ളത് കഴിക്കാം. ഇനി നിങ്ങൾ വിതച്ച്, കൊയ്തെടുത്ത്, കറ്റയാക്കി, പൊടിച്ചെടുത്ത്, ഗോതമ്പുണ്ടാക്കി, തീ വെച്ച്, നിങ്ങളത് റൊട്ടിയാക്കിയെടുത്ത്, അതിലേക്ക് വല്ല കറിയോ നനക്കാൻ എന്തെങ്കിലുമൊക്കെ കൂട്ടി, ഇനി നിങ്ങൾ ഇതൊക്കെ ചെയ്യണം. ഇതൊന്നുമില്ലാതെ വളരെ സുലഭമായി കിട്ടിയിരുന്നൊരു ഭക്ഷണം ഇനി നിങ്ങൾക്ക് നഷ്ടമാവുകയാണ്. അങ്ങനെ അവർ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തു വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാമിനെ ആ ഒരു പരീക്ഷണത്തിലൂടെ കൊണ്ടുപോകുന്നത് മനുഷ്യകുലത്തിനുള്ളൊരു വലിയൊരു പാഠമാണ്. കാരണം ആദം നബി അലൈഹിസ്സലാമിന്റെ മഖാമിലേക്ക് നോക്കിയാൽ ഒരു വലിയ മഹാപാതകം ചെയ്തു എന്ന് ഈ വിഷയത്തെ സംബന്ധിച്ച് പറയാൻ പാടില്ലെന്നാണ് നമ്മുടെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയുടെ ഉലമാ പറയാറുള്ളത്. ആദം നബി അലൈഹിസ്സലാമിൽ ഒരു പിഴവ് സംഭവിച്ചു, ശരി തന്നെയാണ്. ആദം നബി അലൈഹിസ്സലാമിന്റെ സ്ഥാനത്തേക്ക് നോക്കിയാൽ അത് വലിയ കുറ്റം തന്നെയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചതും അല്ലാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിക്കുന്ന ഒരു ലോകത്തേക്ക് അല്ലാഹു നിശ്ചയിച്ചത് ഈ ഭൂമിയിലേക്കാണ്, സ്വർഗ്ഗലോകത്തേക്കല്ല. ആദം നബി അലൈഹിസ്സലാം ഇങ്ങോട്ട് വരികയാണ്. ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വസ്ത്രം കഴിഞ്ഞപ്പോഴേ സ്വർഗത്തിലെ ഇലകളെല്ലാം എടുത്ത് നാണം മറക്കാൻ തുടങ്ങി. രണ്ടുപേരും ഓടി എന്നാണ്. നാണഭാരം കാരണം നാണിച്ചുകൊണ്ട് രണ്ടുപേരും ഓടുകയും നാണം മറക്കാൻ തൊട്ടടുത്ത് കിട്ടിയ വൃക്ഷങ്ങളുടെ ഇലകളെല്ലാം എടുത്ത് നാണം മറക്കാൻ തുടങ്ങി. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം
ഒരു തെറ്റവിടെ ചെയ്തു. പക്ഷേ സുമ്മജ്തബാഹു റബ്ബു, അല്ലാഹു ആദം നബിയെ തെരഞ്ഞെടുക്കുകയും ഫതാബ അലൈഹി വഹദ, ആദം നബിക്ക് സന്മാർഗദർശനം നൽകുകയും ആദം നബിയുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്തു എന്ന് പരിശുദ്ധ ഖുർആൻ. ആദം നബി എന്താണ്, എന്ത് വചനങ്ങളാണ് അല്ലാഹുവിനെ പഠിച്ചെടുത്തത്, നമ്മളിത് മനസ്സിലാക്കുക. ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി ഖുർആനിൻ വ്യാഖ്യാതാവാണ്. സലഫ് സ്വാലിഹീങ്ങളിൽ കഴിഞ്ഞു പോയ പ്രഗത്ഭനാണ്. മഹാനവറുകൾ പറഞ്ഞു, അൽ കലിമാത്ത്, അല്ലാഹുവിൽ നിന്ന് പഠിച്ചെടുത്ത വാക്കുകൾ. ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി, അല്ലാഹുവിൽ നിന്ന് ചില കലിമത്തുകൾ പഠിച്ചെടുത്തു. ആ കലിമത്തുകൾ ചൊല്ലിയപ്പോൾ അല്ലാഹു പശ്ചാത്താപം സ്വീകരിച്ചു. ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം, അല്ലാഹു തൗബ സ്വീകരിക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ്. ഇവിടെ ഒരു ദിക്റാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ആദം നബി അലൈഹിസ്സലാം ചൊല്ലിയത് ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക വബിഹംദിക റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർ ലി ഇന്നക ഖൈറുർ റാഹിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക വബിഹംദിക റബ്ബി ഇന്നി ളലംതു നഫ്സി ഫതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുർ റഹീം. രണ്ട് ദീർഘമായ രണ്ട് ജുംലകളാണ്. ഒന്നിൽ റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർ ലി എന്നും മറ്റൊന്നിൽ റബ്ബി ഇന്നി ളലംതു നഫ്സി ഫതുബ് അലയ്യ, എനിക്ക് എൻ്റെ തൗബ സ്വീകരിക്കണമെന്നും ഒന്നിൽ എനിക്ക് മാപ്പ് തരണമെന്നും മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിൽ നിന്ന് പഠിച്ചെടുത്ത കലിമത്തുകൾ അതാണ്. അത് ചൊല്ലിയപ്പോൾ അല്ലാഹു പശ്ചാത്താപം സ്വീകരിച്ചു. എന്താണ് അതിനർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ റബ്ബേ ആരാധനക്കർഹനായി മറ്റാരുമില്ല പടച്ചവനെ. സുബ്ഹാനക വബിഹംദിക, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു റബ്ബേ, നിന്നെ ഞാൻ സ്തുതിക്കുന്നു റബ്ബേ. റബ്ബി ഇന്നി ളലംതു നഫ്സി, ഞാൻ തെറ്റ് ചെയ്തു പോയി റബ്ബേ. ആദം നബി അലൈഹിസ്സലാം ഇഖ്റാർ ചെയ്തു. മനുഷ്യന്റെ ഏറ്റവും വലിയ നന്മ അതാണ്. ഒരു മനുഷ്യൻ തെറ്റ് സംഭവിച്ചാൽ ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറയുന്നത്, എനിക്ക് മാപ്പ് തരണം, തെറ്റുപറ്റിപ്പോയി എന്ന് പറയുന്നത്. ഒരു ഭാര്യ തെറ്റ് ചെയ്തു ഭർത്താവിനോട് ഏറ്റു പറഞ്ഞു, തെറ്റുപറ്റിപ്പോയി. പരസ്പരം അള്ളാഹുവിനോട് ചെയ്ത് തെറ്റ് ഭർത്താവിനോട് പറയരുത്. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുപോയ പിഴവ്, ഒരു വാക്കിൽ, ഒരു പെരുമാറ്റത്തിൽ എന്തെങ്കിലും സംഭവിച്ചു, എനിക്ക് പുറത്തു തരണം, എനിക്ക് വിവരമില്ലാത്ത, എൻ്റെ ഒരു ബുദ്ധിമോശം കൊണ്ട്, ഞാൻ ഒരു ദേഷ്യം പിടിച്ച അവസ്ഥയിലായതുകൊണ്ട് ഞാൻ അങ്ങനെ ആയിപ്പോയി. നിരന്തരം ഭർത്താവിനെ ഇടിക്കുകയും എന്നിട്ട് മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നൊരു കഥ എനിക്കറിയാം. എന്ന് ഇടികൊള്ളണ ഭർത്താവുണ്ട്, ഒരു സാധുവായ ചെറുപ്പക്കാരൻ. അല്ലാഹു സലാമത്ത് കൊടുക്കട്ടെ. എന്നും ഇടിയാണ്. എന്നിട്ട് അവളെ മൂടൊക്കെ ശരിയായി പറയും, പിന്നെ ഞാൻ അപ്പച്ചിരി ദേഷ്യത്തിലായിരുന്നു, പൊറുക്കണം, ആയിക്കോട്ടെ എന്ന് പറയും. പിറ്റേന്ന് കിട്ടും വീണ്ടും ഇടി, വീണ്ടും പറയും ഇതന്നെ. അങ്ങനെ ഒരു സ്വഭാവമുള്ള പെണ്ണുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ കല്യാണം കഴിക്കണ മുമ്പ് അറിയില്ലല്ലോ ഏത് കോലത്തിൽ അതൊക്കെ വരുന്നത്. അപ്പോൾ ആ സഹോദരൻ സഹിക്കുകയാണ്. ഇതൊക്കെ സഹിച്ചിട്ട് കൂലി കിട്ടുമല്ലോ അടച്ചവനെ. രണ്ട് ലോകത്തും അള്ളാഹു ശിക്ഷിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഈ കിട്ടുന്ന ഇടികൾക്കൊക്കെ പകരം നാളെ അള്ളാഹു സ്വർഗം തന്നാലോ എന്ന് സമാധാനിച്ചുകൊണ്ട് കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആയിപ്പോവരുത്. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ വലിയ ദേഷ്യം കാണുന്നുണ്ട്. ഇപ്പോൾ ഈ പുതിയ കല്യാണം ന്യൂജൻ പുതിനകൾക്കൊക്കെ വലിയ ദേഷ്യം, ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ കടുത്ത ദേഷ്യം കാണിക്കുക, സഹിക്കാൻ പറ്റാണ്ടിരിക്കുക, ചെറിയ വിഷയങ്ങളൊന്നും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ പെരുമാറുക. അതൊക്കെ സ്വന്തം ഒരു ആത്മനിയന്ത്രണം ചെയ്താൽ പറ്റുന്ന സംഗതിയാണ്. അങ്ങനെ ഒരു കുട്ടികളി ചെയ്യരുത്. കുട്ടികളെപ്പോലെ പെരുമാറുന്നൊരു സ്വഭാവം അങ്ങനെ ആയിപ്പോവരുത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഏറ്റവും വലിയ മാതൃക അതാണ്. ളലംതു നഫ്സി, ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് പടച്ചവനെ, എനിക്ക് മാപ്പ് തരണം. ഫഗ്ഫിർ ലി, എനിക്ക് മാപ്പ് താ റബ്ബേ, എനിക്ക് പുറത്തു താ റബ്ബേ. ഇന്നക ഖൈറുർ റാഹിമീൻ, നീ കരുണ ചെയ്യുന്നവനല്ലോ. നമ്മൾ മുമ്പൊരു ക്ലാസ്സിൽ സൂചിപ്പിച്ചു, ആദം നബി അലൈഹി സ്വലാമിനോട് എന്ത് പറയാം? ആദം നബി അലൈഹി സ്വലാമിന് എന്ത് പറയാം റബ്ബിനോട്? അല്ലാഹുവേ, ഞാൻ ചെയ്തു എന്ന് ശരി തന്നെയാണ്, പക്ഷെ ഇബ്ലീസ് പഴപ്പിച്ചതാണ്, അവനാണ് ഞങ്ങളോട് ഒന്ന് പറഞ്ഞത്. അങ്ങനെ ഇബ്ലീസിന്റെ ഒരു പേര് ആദം നബി പറഞ്ഞിട്ടില്ല. അവിടെയാണ് മനുഷ്യന്റെ മഹത്വം. നമ്മളിലേക്ക് നോക്കുന്നു, നമ്മുടെ ചുറ്റുവട്ടത്തും അതിന് കാരണങ്ങൾ ഉണ്ടാകാം, പക്ഷെ ഞാൻ എന്ത് ചെയ്തു എന്നാണ് അവിടെ ശ്രദ്ധിക്കുന്നത്. എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടല്ലോ പടച്ചവനെ, അത് നീ പുറത്തുതാ. അത് ഇബ്ലീസാണ് പടച്ചവനെ, അവന്റെ പണിയാണ്, അവനാണ് എന്നെ പഴപ്പിച്ചത്, എൻ്റെ ഭാര്യയെ പഴപ്പിച്ചതും അവനാ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞത്. ഇതൊക്കെ ആദം നബി പറഞ്ഞോ? ഇല്ല. ആദം നബി അതൊന്നും മിണ്ടിയില്ല, ഒന്നും പറഞ്ഞില്ല. റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർ ലി, അല്ലാഹുവേ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് റബ്ബേ, എനിക്ക് പുറത്തുതാ. നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിനോട് ഈ വചനം ചൊല്ലി നമ്മൾ തൗബ ചെയ്താൽ ഇൻഷാ അല്ലാഹ് തൗബക്ക് സ്വീകാര്യതയുണ്ടാകും. അള്ളാഹു നമ്മുടെ തൗബ സ്വീകരിക്കട്ടെ. ഫഗ്ഫിർ ലി
ഇന്നക ഖൈറുർ റാഹിമീൻ, നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവൻ നീയാണല്ലോ പടച്ചവനെ. ഇനി ഒന്നുകൂടെ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക വബിഹംദിക. അല്ലാഹുവേ, ആരാധന ചെയ്യാനും നമിക്കാനും പ്രണാമം നമിക്കാനും ഇബാദത്ത് ചെയ്യാനും അർഹനായി നീയല്ലാതെ മറ്റാരുമില്ല റബ്ബേ. സുബ്ഹാനക, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. വബിഹംദിക, നിന്നെ സ്തുതിക്കുന്നു റബ്ബേ. റബ്ബി ഇന്നി ളലംതു നഫ്സി, ഞാൻ എൻ്റെ നഫ്സിനോട് അക്രമം ചെയ്തു റബ്ബേ. ഫതുബ് അലയ്യ, എൻ്റെ പശ്ചാത്താപം നീ സ്വീകരിക്കണമേ. ഇന്നക അൻതത് തവ്വാബുർ റഹീം, നീ തൗബ സ്വീകരിക്കുന്നവനല്ലോ, നീ തൗബ സ്വീകരിക്കുന്നവനല്ലേ. ഇന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറയാൻ ബ്ലെയിം ഗെയിം ഇല്ല എന്നർത്ഥം അല്ലേ. അവൻ ചെയ്തു, അവനാ കാണിച്ചത്, അവനാ അതിൻ്റെ കാരണക്കാരൻ, അതൊന്നുമില്ല. നമ്മളിലേക്ക് നോക്കുക. മുസ്ലിം ഉമ്മത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട പണിയും ഇത് തന്നെ. നമ്മിലേക്ക് നോക്കിയാൽ വിഷയം തീരും. അങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടുന്നതിന് മുമ്പ് നമ്മളിലേക്ക് തന്നെയാണ് നോക്കേണ്ടത് എന്ന ഒരു പരമമായ തത്വം സയ്യിദുന ആദം നബി അലൈഹിസ്സലാം പഠിപ്പിക്കുക. ദിക്റൊന്ന് ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക വബിഹംദിക റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർ ലി ഇന്നക ഖൈറുർ റാഹിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക വബിഹംദിക റബ്ബി ഇന്നി ളലംതു നഫ്സി ഫതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഇമാം ബൈഹഖി തങ്ങൾ ഉദ്ധരിച്ച ഒരു ഹദീസ് ഇവിടെ അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയുന്നു, ലമ്മ ഖതറഫ സയ്യിദുനാ ആദം വൽ ഖത്വീഅ, സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാമിൽ നിന്ന് ആ തെറ്റുണ്ടായ സമയത്ത് ഖാല, നമ്മുടെ ഉപ്പ പറഞ്ഞു, ആദം നബി പറഞ്ഞു, യാ റബ്ബി അസ്അലുക ബിഹഖി മുഹമ്മദിൻ ഇല്ലാ മാ ഗഫർത ലീ. അല്ലാഹുവേ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഹക്കിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു റബ്ബേ, ഹബീബായ നബിയെ മുൻനിർത്തി ചോദിക്കുന്നു റബ്ബേ, നീ എനിക്ക് പുറത്തു തരണം. ഫഖാല അല്ലാഹ്, അല്ലാഹു ചോദിക്കുന്നു, ഫകൈഫ അറഫ്ത മുഹമ്മദൻ വലം അഖ്ലുഖുഹു ബഅദ്, ഞാൻ മുഹമ്മദ് നബിയെ സൃഷ്ടിച്ചിട്ട് പോലുമില്ലല്ലോ, എങ്ങനെയാണ് നിങ്ങൾക്ക് മുഹമ്മദ് നബിയെ മനസ്സിലായതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയോട് ചോദിക്കുന്നു. ഫഖാല, ആദം അലൈഹിസ്സലാം പറഞ്ഞു, യാ റബ്ബി, അല്ലാഹുവേ, ലിഅന്നക ലമ്മാ ഖലഖ്തനി ബിയദിക, നീ നിന്റെ പരിശുദ്ധ കരങ്ങളാൽ കഴിവിനാൽ നീ എന്നെ പടച്ചപ്പോ, വനഫഖ്ത ഫീയ മിർ റൂഹിക, പരിശുദ്ധമായ ആത്മാവ് നീ എൻ്റെ ശരീരത്തിലേക്ക് സന്നിവേശിപ്പിക്കുകയും ചെയ്തപ്പോ, റഫഅതു റഅസി, ഞാൻ തലയുയർത്തി നോക്കുകയും, ഫറഅയ്തു അലാ ഖവായിമിൽ അർശി മക്തൂബൻ, അർശിന്റെ കാലുകളിൽ സ്തംഭങ്ങളിൽ എഴുതവെക്കപ്പെട്ടത് ഞാൻ കണ്ടു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ലെന്നും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതരാണെന്നും എഴുതി വെക്കപ്പെട്ടത് ഞാൻ കണ്ടു. ഫഅലിംതു, അന്നേരം ഞാൻ മനസ്സിലാക്കി, അന്നക ലം തുദ്ഫി ഇലാ ഇസ്മിക ഇല്ലാ അഹബ്ബൽ ഖൽഖി ഇലൈക, നിന്റെ നാമത്തോട് ചേർത്ത് മറ്റൊരാളിന്റെ പേര് നീ പറയുകയാണെങ്കിൽ നിനക്ക് അത്രമേൽ ഇഷ്ടപ്പെട്ട ആളാകുമ്പോഴല്ലേ നീ അത് ചെയ്യുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മുഹമ്മദ് നബിയുടെ ഹക്കിനെ മുൻനിർത്തി എനിക്ക് തരണം, എനിക്ക് മാപ്പ് തരണം എന്ന് ഞാൻ ചോദിച്ചത് എന്ന് പറയുന്നൊരു ഹദീസ് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ പറയുന്നൊരു ഹദീസ് കൂടിയാണിത്. ഇതിൽ ഇമാം ബൈഹഖി തങ്ങൾ ഉദ്ധരിച്ചു, തഫറദ ബിഹി അബ്ദുറഹ്മാൻ ഇബ്നു സയ്യിദ് ഇബ്നു അസ്ലം മിൻ ഹാദൽ വജ്ഹ്, ഈ റിവായത്തിലൂടെ ഇമാം ബൈഹഖി തങ്ങൾ ഉദ്ധരിച്ച ഈ റിവായത്തിൽ, ഈ ഹദീസ് പറയുമ്പോൾ ദഈഫായ ഹദീസാണല്ലോ എന്ന് ചില ആളുകൾക്ക് പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ തുറന്നു പറയുന്നത്, ഈ രീതിയിൽ വന്ന ഇമാം ബൈഹഖി തങ്ങൾ ഉദ്ധരിച്ചത് വിഷയത്തിൽ അബ്ദുറഹ്മാൻ ഇബ്നു സയ്യിദ് ഇബ്നു അസ്ലം എന്ന് പറയുന്ന ആള് വഹുവ ദഈഫുൻ, ദുർബലനായ ആളാണ്. അതുകൊണ്ട് ഈ ഹദീസ് ദഈഫാണെന്ന് പറയും. പക്ഷേ ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു മുസ്തദ്റക്കിൽ ഇതേ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. വസഹഹഹു, ഇമാം ഹാക്കിം തങ്ങളുടെ റിവായത്തിൽ വന്ന മുഴുവൻ ആളുകളും സ്വഹീഹാണ്. അവിടെ ഇമാം ഹാക്കിം തങ്ങൾ ഇതേ ഹദീസ് ഉദ്ധരിച്ചു സ്വഹീഹായിട്ട്, ഇമാം ബൈഹഖി തങ്ങൾ ഉദ്ധരിച്ചു ദഈഫായിട്ട്. അപ്പോൾ ഇത് സ്വഹീഹായി നിലവിൽ വന്ന ഒരു ഹദീസാണ്, സ്വഹീഹായി അംഗീകരിക്കപ്പെടുന്ന ഒരു ഹദീസാണെന്ന് വന്നു. പക്ഷെ ഇമാം ബൈഹഖി തങ്ങളുടെ ആ
ഹദീസ് മാത്രം എടുത്താൽ ദഈഫാണല്ലോ എന്ന് പറയാം. പക്ഷെ ബൈഹഖി തങ്ങളല്ലാത്ത മറ്റു ഇമാമിയങ്ങൾ, ഹാക്കിം തങ്ങൾ അവരുടെ മുസ്തദറക്കിൽ ഹദീസ് സ്വഹീഹായി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സയ്യിദുന ആദം നബി അലൈഹിസ്സലാം റൂഹ് ഊതപ്പെട്ട് മഹാനവറുകൾ കണ്ണുയർത്തി നോക്കുമ്പോൾ അർശിന്റെ തൂണുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതി വെക്കപ്പെട്ടത് കണ്ടു. അല്ലാഹുവേ, യാ റബ്ബി അസ്അലുക ബിഹഖി മുഹമ്മദിൻ ഇല്ലാ മാ ഗഫർത ലീ. അതുകൊണ്ടാണ് അംബിയാഇനെ മുൻനിർത്തി ദുആ ചെയ്യണമെന്ന് പറയുന്നത്. ബിഹഖി മുഹമ്മദിൻ, മുഹമ്മദ് നബി തങ്ങളുടെ ഹക്ക് കൊണ്ട് അല്ലാഹുവേ നീ എനിക്ക് പുറത്തുതാ പടച്ചവനെ എന്ന് ചോദിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവർക്ക് പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞ സംഭവം ഹദീസുകളിൽ ഇമാം ഹാക്കിം തങ്ങൾ സ്വഹീഹായി ഉദ്ധരിച്ച ഹദീസാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലിആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോടും അവിടെ കൂടെയുണ്ടായിരുന്ന ആളുകളോടെന്ന എല്ലാം ആദം നബിക്ക് മുമ്പിൽ സുജൂദ് ചെയ്യണം. അതിനൊരു കാരണം കൂടെ വേണം. ആദം നബി അലൈഹിസ്സലാമിനെ ഇൽമു കൊണ്ട് അല്ലാഹു ആദരിച്ചു, അല്ലേ? ഫഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ ثم عرضهم على الملائكة. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമു കൊടുത്തു ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്. എന്നിട്ട് മലക്കുകളോട് ചോദിച്ചില്ലേ, ഇതൊക്കെ നിങ്ങൾക്കറിയോ മലക്കുകളെ? സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. പടച്ചവനെ നീ പഠിപ്പിച്ചു തരുന്നതല്ലാതെ ഞങ്ങൾക്കറിയില്ല റബ്ബേ. മലക്കുകൾ പറഞ്ഞു. അതുകൊണ്ടാണ് നമുക്ക് അറിവില്ല എന്ന് പറയുന്നത് ഒരു കുറ്റമല്ല, അതൊരു കുറവല്ല. അല്ലാഹുവിന്റെ മലക്കുകൾ പറഞ്ഞിട്ടില്ലേ ഞങ്ങൾക്കറിയൂല. ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ അമാ അസ്തഹി ബിമാ ലം യസ്തഹി ബിഹിൽ മലായിക. അല്ലാഹുവിന്റെ മലക്കുകൾ പറയാൻ നാണിക്കാത്ത വിഷയം നമുക്കെന്തിനാ നാണിക്കുന്നത് എന്ന് ഉലമാ പറയാറുണ്ട്. നമുക്കറിയില്ല എന്ന് പറഞ്ഞാൽ മലക്കുകൾ പറഞ്ഞില്ല ഞങ്ങൾക്കറിയില്ല. സുബ്ഹാനക ലാ ഇൽമ ലനാ. ആദം നബി അലൈഹിസ്സലാമിന് ഇൽമു കൊടുത്തു. മണ്ണായിരിക്കെ തന്നെ ആദം നബി അലൈഹിസ്സലാമിന് മലക്കുകളെക്കാളും അല്ലാഹു സ്ഥാനം കൊടുത്തു. അമ്പിയാക്കന്മാർ മലക്കുകളെക്കാളും മനുഷ്യന്മാർ ഇത്ലാഖൻ അല്ലാഹുവിന്റെ മലക്കുകളെക്കാൾ സ്വാലിഹീങ്ങളായ ആളുകൾ പ്രത്യേകിച്ചും അല്ലാഹുവിന്റെ മുമ്പിൽ സ്ഥാനമുള്ളവരാണ് എന്ന് പഠിപ്പിക്കുക കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് റബ്ബ് പറയാൻ, നിങ്ങൾ വഴിപിഴച്ചു പോവരുത്, പ്രത്യേകിച്ച് നഗ്നതയുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് തരുന്നു. ആദം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ഓരോന്നും പറയുന്നിടത്ത് ഓരോ ലക്ഷ്യം കാണും. അല്ലാഹു തആല ഇവിടെ പറയുന്നത് പിശാച് ശത്രുവാൻ. അഫതത്തഖിദൂനഹു വദുർരിയതഹു ഔലിയാഅ മിൻ ദൂനി വഹും ലക്കും അദുവ്വ് ബിഅസലിൽ ളാലിമീന ബദലാ. ഇബ്ലീസിന് ഭാര്യ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ചർച്ചയുണ്ട് കേട്ടോ. അതിന്റെ പ്രബലമായ അഭിപ്രായത്തിൽ അവന് ഭാര്യയില്ല. ഇബ്ലീസിന്റെ ശരീരത്തിൽ നിന്ന് തന്നെയാണ് ആണും പെണ്ണുമായ ഒരു രീതിയിൽ ഇബ്ലീസിന്റെ ശരീരത്തിന്റെ രണ്ട് കാലുകളെ അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെയാണ് പടച്ചത്. അവനിൽ നിന്ന് തന്നെയാണ് മക്കൾ ജനിക്കുന്നത്. ആ ജനിക്കുന്ന മക്കളിൽ ആണും പെണ്ണൊക്കെ ഉണ്ടാകും. ആണായ ജിന്നും ആണായ ശൈത്താനും പെണ്ണായ പിശാചും ഒക്കെയുണ്ട്. പക്ഷെ ഇബ്ലീസിന് ഭാര്യയായിട്ട് ഒരു പെണ്ണിനെ കാണാൻ കഴിയില്ല. ഇബ്ലീസ് അവന്റെ ശരീരം തന്നെയാണ് മെയിൽ ആൻഡ് ഫീമെയിൽ രണ്ട് ഓർഗാൻസും ഉള്ള രീതിയിൽ അല്ലാഹു തആല പടച്ചതാണ് എന്ന് മഹാന്മാരായ അല്ലാഹുവിന്റെ ദീനിന്റെ ആലിമീങ്ങൾ പ്രബലമായി ഉദ്ധരിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം സയ്യിദുന ആദം നബി അലൈഹിസ്സലാം അബുൽ ബഷറാൻ, മനുഷ്യരുടെ പിതാവാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വഴിപഴപ്പിക്കാൻ പിശാച് ഉദ്ദേശിച്ച കണ്ണുവെച്ച ആദ്യത്തെ വിഷയം നഗ്നത കാണിക്കുവാനാണ്. ആദം നബി അലൈഹിസ്സലാം മലക്കുകളെക്കാളും ഉന്നതമായൊരു സ്ഥാനത്തേക്ക് എത്തുന്നു. മണ്ണുകൊണ്ട് പടക്കപ്പെട്ടു എന്ന പ്രത്യക്ഷമായ രൂപത്തിലോ ഭാവത്തിലോ അല്ല അല്ലാഹു തആല ആദരവ് കൽപ്പിക്കുന്നത്. പിന്നെയോ ആ മനുഷ്യരിലുള്ള നന്മയും സ്വലാഹും തഖ്വയുമാണ്. ആദം നബിയിലൂടെയാണ് അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും വരുന്നത്. ആദം നബിയുടെ മക്കളിൽ തന്നെ ചോര ചിന്തുന്നവരും വരുന്നുണ്ട്, ശരി തന്നെയാണ്. എന്നാലും അമ്പിയാ വരുന്നത്, അള്ളാഹുവിന്റെ റിസാലത്ത് ഏറ്റെടുക്കുന്ന ആളുകൾ വരുന്നത് ആദം നബിയിലൂടെ ആകയാൽ ആദം നബി അലൈഹിസ്സലാമിനെ ആദരിക്കണമെന്നും ബഹുമാനിക്കണമെന്നും അള്ളാഹു തീരുമാനിച്ചു. അതുമാത്രമല്ല, ഇൽമുള്ള ആളായിരുന്നു സയ്യിദുന ആദം നബി അലൈഹിസ്സലാം. അവരാ പഴം കഴിച്ചതിന്റെ ശേഷം ആദം നബി അലൈഹിസ്സലാം അള്ളാഹുലേക്ക് തൗബ ചെയ്തു മടങ്ങി. താൻ ചെയ്ത കുറ്റം, ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ട് റബ്ബേ എന്ന് സമ്മതിക്കുന്നു. മറ്റൊരാൾ അവിടെ കുറ്റപ്പെടുത്തുന്നില്ല. ഇബ്ലീസാണ് അവിടെ അവരെ പ്രോംപ്റ്റ് ചെയ്തത്. എന്നിട്ട് പോലും ആദം നബി അലൈഹിസ്സലാം ആ വിഷയമൊന്നും ഇടപെട്ട് പറഞ്ഞില്ല, റബ്ബേ എനിക്ക് പുറത്തു താ ഫഗ്ഫിർലി വതുബ് അലയ്യ, എനിക്ക് മാപ്പ് തരണം, എനിക്ക് പുറത്തു തരണം എന്ന് സയ്യിദുന ആദം നബി അലൈഹിസ്സലാം. അതുകൊണ്ട് ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കാനും പിശാചിന്റെ ദുർബോധനങ്ങളിൽപ്പെട്ട് തിന്മകളിലേക്ക് പോവരുത്. ആ തിന്മകളാണ് നാളെ പരലോകത്തിൽ
ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ചെറുതും വലുതുമായ എല്ലാം നാളത്തെ കിതാബിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാകും. അത് കാണുമ്പോൾ എൻ്റെ നാശമേ എന്ന് വിളിച്ചു പറയേണ്ടി വരും. ഇവിടുന്നേ ശ്രദ്ധിച്ചോളൂ, പിശാചിൻ്റെ പൈശാചികമായ ചിന്ത വരുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് തഅവ്വുദ് ചെയ്യുക. അതുപോലെ തന്നെ വുദൂഇൻ്റെ അവസ്ഥയിലായിരിക്കുക. വുളൂഇൻ്റെ അവസ്ഥയിലാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു കാവൽ തരും. വുളൂഇലാവുക, ഏതെങ്കിലും ചീത്ത ചിന്തകളൊക്കെ വരുമ്പോൾ മനസ്സിനെ മാറ്റവിടുന്ന് എഴുന്നേറ്റ് നടക്കുക, ആ അവസ്ഥയിൽ നിന്ന് മാറി നിൽക്കുക. ഒറ്റക്കാകുമ്പോൾ ഒരു തിന്മയെ സംബന്ധിച്ച് ചിന്ത വരുന്നുണ്ടോ, മാറി നിൽക്കുക, ഒരു കൂട്ടത്തിലായി പോയിരിക്കുക. ഒറ്റക്ക് സ്വകാര്യമായിരിക്കുന്ന അവസ്ഥകൾ ഒഴിവാക്കുക. സ്വകാര്യമായിട്ട് എന്നെ ആരും കാണുന്നില്ല എന്ന ഒരു തോന്നലൊക്കെ ഇബ്ലീസ് കൊണ്ടുവരും. അന്നേരം മനുഷ്യൻ തിന്മയിലേക്ക് പോകും. അങ്ങനെ ഇല്ലാണ്ടിരിക്കുക. നമ്മുടെ മക്കളൊക്കെ വീടുകളിൽ നെറ്റ് ഉപയോഗിക്കുന്നവരാണ്, അല്ലെങ്കിൽ മറ്റു മീഡിയ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവരെ നമ്മൾ ലിവിങ് റൂമിലോ മാതാപിതാക്കളും മറ്റുള്ളവർക്ക് പെരുമാറുന്ന സ്ഥലത്തോ അവർക്ക് അതിൻ്റെ ടേബിൾ ഇട്ട് കൊടുക്കുകയോ അവിടുന്ന് വർക്ക് ചെയ്യുന്നൊരവസ്ഥയോ ഉണ്ടാക്കി കൊടുത്താൽ നമ്മുടെ മക്കൾക്ക് പൈശാചികമായ ചിന്തകൾ വരാതെ കാക്കാനും രക്ഷപ്പെടാനും അത് നിമിത്തമാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല പൈശാചികമായ ദുർബോധനങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെയും ഈ ഉമ്മത്തിനെയും അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ചർച്ച ഇന്ന് അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച വരുന്നത് ഡാർവിനിസവും അതുപോലെ നാച്ചുറൽ സെലക്ഷനും തിയറി ഓഫ് ഇവല്യൂഷൻ ഇതൊക്കെ പഠിപ്പിച്ച ചാൾസ് ഡാർവിൻ്റെ ഒരു സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടും പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ചുള്ള ബിഗ് ബാങ് തിയറിയുമായി ബന്ധപ്പെട്ട് വരുന്ന യുക്തിവാദ ചിന്തകൾ എങ്ങനെ കടന്നുകൂടുന്നു എന്നതിനെക്കുറിച്ചുമുള്ള ഒരു ചർച്ചയാണ് അടുത്ത ആയത്ത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യുകാഫിഉ മസീദ اللهم صل على سيدنا محمد وعلى ال سيدنا محمد الفاتح لما أغلق والخاتم لما سبق وناصر الحق بالحق والهادي إلى صراطك المستقيم. أرحم الراحمين مالك الملوك يا الله ഈ പരിശുദ്ധമായ മജ്‌ലിസിൽ കൂടാനും ഇരിക്കാനും പറയാനും കേൾക്കാനും ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകിയ പോലെ നിന്റെ സ്വർഗ്ഗലോകത്തിരിക്കാൻ തൗഫീക്ക് തരണേ റബ്ബേ. നിന്റെ ജന്നത്തുൽ ഫിർദൗസിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണം തമ്പുരാനെ. അൽ വാദിൽ അഫീഹിൽ ചെന്ന് നിന്നെ കാണാനുള്ള മഹാഭാഗ്യത്തിന് ഞങ്ങൾ അർഹരാക്കി തരണം റബ്ബേ. ഞങ്ങളുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശഫാഅത്തിന് ഞങ്ങളെയും ഞങ്ങളോടൊപ്പം ഈ പരിപാടി ഓൺലൈനായി വീക്ഷിക്കുന്ന ആളുകൾ, ജോലി ബുദ്ധിമുട്ട് കാരണം മറ്റും സദസ്സിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഒരുപാട് സുഹൃത്തുക്കൾ, ഇപ്പം നാട്ടിൽ സെറ്റിലായി കഴിഞ്ഞ ആളുകൾ, അള്ളാഹുവെ എല്ലാ നന്മകൾക്കും മുന്നിട്ടിറങ്ങുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, ഇപ്പം നാട്ടിലുള്ളവരും ഇവിടെ ഉള്ളവരും എല്ലാവർക്കും അള്ളാഹുവെ നിൻ്റെ ദീനിന് ചെയ്ത ഒരു സേവനമായി അള്ളാഹു ഈ പരിപാടിയെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹു ജീവിതത്തിൽ അള്ളാഹു നിന്നെ ഓർക്കാനും നന്മകൾ ചെയ്യാനും പിശാചിൽ നിന്ന് അകന്നു നിൽക്കാനും പാപസുരക്ഷിതര ആവാൻ മനുഷ്യരെ കൊണ്ടാവില്ലെങ്കിലും പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങി ശുദ്ധരാകാനും അള്ളാഹു ഈ മജ്‌ലിസിനെ നിമിത്തമാക്കി തരണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ ഈമാൻ ചുരുങ്ങിപ്പോവുകയോ നിന്നോടുള്ള ഭയപ്പാടും നിന്നെക്കുറിച്ചുള്ള ഓർമ്മയും ചില നേരങ്ങളിലെങ്കിലും പൈശാചികമായ ദുർബോധനം കാരണം നിന്നിൽ നിന്ന് അകൽച്ച വരികയും ചെയ്യുമ്പോൾ അതൊരു നിരാശയായി പോവാതെ എത്ര അകന്നാലും നിന്നോട് തെറ്റ് ചെയ്താലും അടുക്കാനും മാപ്പിരക്കാനും ഓടി വരാനും നിന്റെ ഹദറത്തിലേക്കല്ലാതെ ഞങ്ങൾക്കില്ല റബ്ബേ. ഞങ്ങൾ നിന്റെ ഹദറത്തിലേക്ക് ഓടി വന്നിരിക്കുന്നു പടച്ചവനെ. നിന്റെ ഖുർആൻ, നിന്റെ വചനം ഇവിടെ ഓതപ്പെടുന്ന മജ്‌ലിസാണ് അല്ലാഹുവേ. ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പ് തരണേ തമ്പുരാനെ. ഞങ്ങൾ ചെയ്തു കൂട്ടിയ എല്ലാ തെറ്റുകളും മാപ്പാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തു തരണേ റബ്ബേ. അല്ലാഹുവേ, നീ മാത്രം അറിയുന്നത്, ജനങ്ങൾ അറിയുന്നത്, അറിയാത്തത് അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾ ചെയ്തത്, ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ കൂട്ടുകാർ, സുഹൃത്തുക്കൾ, ഞങ്ങളെന്ന് ഇൽമ പഠിക്കുന്നവർ, ഇൽമ കേൾക്കുന്നവർ, അല്ലാഹുവേ സദസ്സിൽ വരാറുണ്ടായിരുന്നവർ, വന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ അവിടെ ഇരിക്കുന്നവർ, ഞങ്ങളെല്ലാവരുടെയും എല്ലാ തെറ്റുകളും ഈ നിമിഷം ഞങ്ങൾക്ക് പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ റബ്ബേ. പിശാചിൻ്റെ ദുർബോധനങ്ങളിൽ പെടാതെ കാക്കണേ റബ്ബേ. ഞങ്ങളുടെ ഉമ്മയെയും വാപ്പയെയും സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കാൻ കാരണക്കാരനായ ഇബ്ലീസിൻ്റെ വലയിൽ ദുഷിച്ച ചിന്തകളിൽ ഞങ്ങളുടെ മക്കളോ ഞങ്ങളോ ഈ ഉമ്മത്തിലെ ചെറുപ്പക്കാരോ ചെറുപ്പക്കാരികളോ ആരും പെട്ടുപോകാതെ നീ കാക്കണേ റഹ്മാനെ. റഹ്മാനുർ റബ്ബേ, ഞങ്ങളുടെ മക്കൾക്ക് നീ സ്വലാഹും നന്മയും നൽകണേ റബ്ബേ. അവരിൽ ആലിമീങ്ങളെയും ഹാഫിദീങ്ങളെയും നിന്റെ ദീനിൻ്റെ ദാഇകളെയും നീ നൽകണമേ തമ്പുരാനെ. റഹ്മാനുർ റബ്ബേ, ലോക മുസ്ലിമീങ്ങൾക്ക് നീ സമാധാനം നൽകണേ തമ്പുരാനെ. എന്തെല്ലാം അധികാരത്തിലേക്ക് ആരെല്ലാം വന്നാലും ശരി അല്ലാഹുവേ ഫറോവയുടെ കുതന്ത്രങ്ങളെപ്പോലും അല്ലാഹുവേ തറപറ്റിക്കുകയും നിന്റെ അംബിയായിനെയും മുഅ്മിനീങ്ങളെയും രക്ഷപ്പെടുത്തുകയും ചെയ്ത ഖവിയും അസീസുമായ തമ്പുരാനെ, ഈ ഉമ്മത്തിനെ എന്നും ഇസ്സത്തിലാക്കി തരണം റഹ്മാനെ.
അള്ളാഹുവിനെ ഇസ്സത്തിലാക്കണേ റബ്ബേ, ഇസ്സത്തിലാക്കണേ തമ്പുരാനെ. മുസ്ലിം സ്ഥാപനങ്ങളെ, സംഘടനകളെ, ഉലമാഇനെ, പണ്ഡിതന്മാരെ, ദീന് ദഅവത്ത് ചെയ്യുന്ന ആളുകളെ, മുതഅല്ലിമീങ്ങളെ, അതിൻ്റെ കാവൽക്കാരായ ആളുകളെ, അതിൻ്റെ സഹായം ചെയ്യുന്ന ആളുകളെ, അതിൻ്റെ മുഹിബ്ബീങ്ങളായ ആളുകളെ, നല്ല കർമ്മങ്ങൾക്ക് വേണ്ടി ആരെല്ലാം ഓടി നടക്കുന്നുണ്ടോ അവരൊക്കെയും എല്ലാവിധ മക്റൂഹിൽ നിന്നും എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും നീ കാവൽ നൽകണം തമ്പുരാനെ. റഹ്മുർ-റഹീമേ, സദസ്സിലുള്ള ഞങ്ങൾ ഓരോരുത്തരും എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ ആ സദുദ്ദേശങ്ങൾ നിറവേറ്റണേ റബ്ബേ. അല്ലാഹു, ഞങ്ങളുടെ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് കൺകുളിർമയുള്ള, ഇഷ്ടപ്പെടുന്ന, നീ പൊരുത്തപ്പെടുന്ന സ്വാലിഹീങ്ങളായ മക്കളെ നീ നൽകണേ റഹ്മാനെ. അള്ളാഹു, ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഇടവേളയ്ക്ക് ശേഷം നീ മക്കളെ നൽകിയിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ കൂട്ടത്തിലിരിക്കുന്ന സഹോദര സഹോദരിമാരിൽ ആരെല്ലാം ദമ്പതികളായി കുഞ്ഞുങ്ങളെ കിട്ടാൻ ആഗ്രഹിക്കുന്നുവോ അള്ളാഹുവെ, കൺകുളിർമയുള്ള മക്കളെ നീ കൊടുക്കണേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ മക്കൾ പഠിക്കുന്നിടത്ത്, പോകുന്നിടത്ത്, ഇടപെടുന്നിടത്ത് എല്ലാം പൈശാചികമായ ചുറ്റുപാടുകളിൽ നിന്നവരെ നീ കാക്കണമേ റഹ്മാനെ. റഹ്മുർ-റഹീമായ റബ്ബേ, ഞങ്ങൾ ഓരോരുത്തരുടെയും നാട്ടിലായാലും യാത്രയിലായാലും എവിടെയായാലും അള്ളാഹു, നീ ഞങ്ങളോട് കരുണയോടെ നോക്കണേ റബ്ബേ. ഞങ്ങളുടെ വിഷയങ്ങൾക്ക് നീ പരിഹാരം നൽകണേ റബ്ബേ. ഹറാമിൻ്റെ ജോലികൾ ഞങ്ങൾക്ക് വേണ്ട തമ്പുരാനെ, നിനക്ക് പൊരുത്തമില്ലാത്ത ജോലികൾ വേണ്ട റബ്ബേ. അള്ളാഹു, നിനക്ക് പൊരുത്തമുള്ള ഖൈറായ ഹലാലായ സോഴ്സുകളിൽ നിന്ന് ഞങ്ങൾക്ക് നീ ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ജീവിച്ചിരിക്കുന്ന ബന്ധുക്കൾക്കെല്ലാം ആഫിയത്തും സലാമത്തും തഖ്വയും കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യ സന്തതികളെ അള്ളാഹു എല്ലാവിധ കർബുകളിൽ നീ കാക്കണേ തമ്പുരാനെ. അള്ളാഹു, ഞങ്ങളുടെ സുഹൃത്തുക്കളെ നീ കാത്തുരക്ഷിക്കണേ റബ്ബേ. ദുആ കൊണ്ട് ആരെല്ലാം എപ്പോഴെല്ലാം എവിടെയെല്ലാം വെച്ച് വസിയത്ത് ചെയ്തിട്ടുണ്ടോ അവരെയും എല്ലാവിധ വിഷമങ്ങളും നീ കരകയറ്റണം തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങൾ സദസ്സുകളിൽ വാളിന് കേൾക്കാൻ വരുന്നവർ, കേട്ടവർ, കേട്ടുകൊണ്ടിരിക്കുന്നവർ, ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടവരും അല്ലാത്തവരുമായ ദീനുമായി ബന്ധമുള്ള എല്ലാ ആളുകളെയും അള്ളാഹുവെ ഈമാനിൻ്റെ അഹ്ലുകാരിൽ അടിയുറപ്പിച്ച് നിർത്തി അവസാനം ആഖിബത്ത് നന്നാകുന്ന ഭാഗ്യവന്മാരിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. അവസാനത്തെ നേരം ഞങ്ങളുടെ ഈമാൻ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. കലിമ ചൊല്ലുന്ന നേരത്ത് പിഴപ്പിക്കാൻ വരുന്ന ഇബ്ലീസിന്റെ ഷർറിൽ ഞങ്ങളെ നീ കാക്കണമേ റഹ്മാനെ. സ്വർഗം കണ്ടുകൊണ്ട് നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുഖം കണ്ടുകൊണ്ട് മരിക്കാൻ ഭാഗ്യം കിട്ടുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ നിന്നോട് ചോദിക്കാൻ വിട്ടുപോയ ആരുടെയെങ്കിലും വിഷമങ്ങൾ എൻ്റെ വിഷയം ഇപ്പോഴും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്ലാഹുവേ, അതിന് നീ പരിഹാരം നൽകണേ തമ്പുരാനെ. ഞങ്ങൾ നിന്നോട് കാവൽ ചോദിക്കാൻ വിട്ടുപോയ ആരുടെയെങ്കിലും വിഷമങ്ങൾ ഈ പറഞ്ഞതിൽ പെട്ടുപോയിട്ടില്ലെങ്കിൽ അല്ലാഹുവേ, ആ വിഷമങ്ങളിൽ നിന്നൊക്കെ നീ കാവൽ നൽകണേ തമ്പുരാനെ. സദുദ്ദേശങ്ങൾ നിറവേറ്റണേ റബ്ബേ. ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കുകയും നാളെ നിന്നെ കാണുകയും ചെയ്യാനുള്ള മഹാഭാഗ്യം നൽകണേ റബ്ബേ. ഞങ്ങളുടെ ഖബറുകൾ സ്വർഗ്ഗത്തോപ്പാക്കണേ റബ്ബേ. മരിച്ചുപോയ ഞങ്ങളുടെ മുഅ്മിനാത്തുകളുടെ ഖബറുകൾ സ്വർഗ്ഗത്തോപ്പാക്കണേ തമ്പുരാനെ. റഹ്മുർ-റഹീമായ റബ്ബേ, നിന്റെ ദീനിൻ്റെ ഖിദ്മത്തിലായി ജീവിക്കാനും ഖിദ്മത്തിലായിട്ട് തന്നെ മരണപ്പെടാനുമുള്ള സൗഭാഗ്യം ഞങ്ങൾ എല്ലാവർക്കും നൽകണേ അല്ലാഹ്. ഈ ഉമ്മത്തിനെ നീ എന്നും കാവലിലാക്കണേ റബ്ബേ. ബിജാഹി സയ്യിദിൽ കൗനൈനി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി عليه وسلم.